ഹലോ, വെൽക്കം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ് കവർ ചെയ്യാൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ. ഇത്രയും മെയിൻ ടോപ്പിക്സാണ്, അതായത് കണ്ടൻസാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 3 കളേഴ്സിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് നമ്മൾ ടേം ചെയ്യുന്നതാണ് ഈ ഒരു 7 ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ആ യെല്ലോ കാറ്റഗറി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിസ്, സിമെട്രി, ഹൈറാർക്കി, ഡേറ്റം, റിതം ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതെല്ലാം പറയുന്നത് ആർക്കിടെക്ചറിൽ ഓർഡറിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് ഇതിനെ നമ്മൾ ടേം ചെയ്തിരിക്കുന്നത്. ഒരു തേർഡ് കാറ്റഗറി ഇപ്പോൾ ഗ്രേ കളറിലാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് സ്പേസ്, ഡയനാമിക് കോമ്പോസിഷൻ, സ്റ്റാറ്റിക് കോമ്പോസിഷൻ, ടെൻഷൻ, റീപോസ്, റിസ്ട്രെയിൻഡ് എന്നൊക്കെ പറയുന്നത് അതർ വൊക്കാബുലറിയാണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അതർ ടേംസ്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ഇമേജസ് വെച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ക്ലാസ്സിൽ. സോ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്നുള്ളത്, അല്ലേ? അതെന്താണ് ശരിക്കും? പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ റൂൾസ്, ഒരു സർട്ടൻ റൂൾസാണ് ദാറ്റ് എ ഡിസൈനർ മസ്റ്റ് ഫോളോ ടു ക്രിയേറ്റ് ആൻ ഇഫക്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ് കോമ്പോസിഷൻ. അതായത് ഈ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ, അതായത് ലൈൻ, ഷേപ്പ്, ഫോം, സ്പേസ്, പിന്നെ കളർ ആൻഡ് ടെക്സ്ചർ, ഇത്രയായിരുന്നു എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഒരു കോമ്പോസിഷനിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആർ ദ റൂൾസ് എ ഡിസൈനർ മസ്റ്റ് ഫോളോ. അപ്പോൾ ആ റൂൾസ് എന്നുള്ള ആ ഒരു ടേമാണ് നിങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതൊരു റൂളാണ്, ഡിസൈനർ ഫോളോ ചെയ്യേണ്ട റൂൾസ്. അപ്പോൾ അതെന്തൊക്കെയാണ്, ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കാം. നമ്മൾ പല പല ഓതേഴ്സ് ഇതിലേക്ക് വീണ്ടും ഈ 7 പ്രിൻസിപ്പിൾസിലേക്ക് വീണ്ടും കുറേ പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ബേസിക്കലി മെയിനായിട്ട് വരുന്ന 7 ടേംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 7 പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഇതാണ്: ബാലൻസ്, കോൺട്രാസ്റ്റ്, എംഫസിസ്, പാറ്റേൺ, യൂണിറ്റി, മൂവ്മെൻറ്റ് ആൻഡ് റിതം. ഓക്കെ, ഇനി ഓരോ പോയിന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഓരോ പ്രിൻസിപ്പിൾസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്. ബാലൻസ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷ്വൽ വെയ്റ്റ് ഓഫ് എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിഷ്വൽ വെയ്റ്റ്, അല്ലേ? ഒരു കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം വിഷ്വൽ വെയ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്. അതായത് നമ്മൾ വിഷ്വലി കാണുമ്പോൾ ഒന്നിന് കൗണ്ടർ ബാലൻസ് ചെയ്ത് വേറൊരു വെയ്റ്റ്, അല്ലേ? നമ്മൾ ശരിക്കും ബാലൻസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമേജസ് നോക്കാം. അപ്പോൾ ഈ ഒരു വിഷ്വൽ വെയ്റ്റേജ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞ ഈ ലൈൻ, ഷേപ്പ്, ഫോം, സ്പേസ്, കളർ, ടെക്സ്ചർ എല്ലാം വരും. ഈ എലമെൻറ്റ്സ് ഒക്കെ ഒരു കോമ്പോസിഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അത് വിഷ്വലി ബാലൻസ് ചെയ്തിട്ട് വരിക. അതിനാണ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് വിഷ്വൽ വെയ്റ്റേജ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ടേം, അല്ലേ? കീ വേർഡ് എന്ന് വെച്ചാൽ വിഷ്വൽ വെയ്റ്റേജ് ആണ് ബാലൻസ് എന്ന് പറയുമ്പോൾ. സോ ഈ ബാലൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 കാറ്റഗറീസ് ഉണ്ട്. സിമ്പിളായിട്ട് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് 3 ഗ്രാഫിക്സിൽ. സിമെട്രിക് ബാലൻസ്, അല്ലേ? അസിമെട്രിക് ബാലൻസ് ആൻഡ് റേഡിയൽ ബാലൻസ്. അപ്പോൾ സിമെട്രിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ഫിഗർ, അല്ലേ? അതായത് ഒരു ആക്സിസ് ഉണ്ടാവും, അതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കറക്റ്റ് മിറർ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മിറർ ഇമേജ് ആകുമ്പോൾ ഈക്വലി വിഷ്വൽ വെയ്റ്റേജ് ഈക്വൽ ആണല്ലോ രണ്ട് സൈഡിലും. ആക്സിസിൻ്റെ 2 സൈഡിലും ഈക്വൽ വിഷ്വൽ വെയ്റ്റേജ് ആണ്, അല്ലേ? മിറർ ഇമേജ് ആകുമ്പോൾ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതിൽ ഒരു പക്കാ സിമെട്രി, ഒരു ബാലൻസ്, സിമെട്രിക്കൽ ബാലൻസ് നമുക്ക് കിട്ടും. ഇനി ഇതേ സമയം അസിമെട്രിക്കൽ ബാലൻസ് ആണെങ്കിൽ നമ്മൾ ഒരു ആക്സിസ്, അവിടെ ഒരു ഇമാജിനറി ആക്സിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ സെക്കൻഡ് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ആക്സിസ് ഇതാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും ഈ പറഞ്ഞതുപോലെ തന്നെ 2 റെഡ് സർക്കിൾസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പൊസിഷൻ, അല്ലേ, ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. രണ്ടും മിറർ ഇമേജ് അല്ല, ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ബാലൻസ്, അല്ലേ? സോ അങ്ങനെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് മിറർ ഇമേജ് അല്ല, എന്നിരുന്നാലും ആ ഒരു സിമെട്രി നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് റേഡിയൽ
ബാലൻസ്. റേഡിയൽ ബാലൻസ് എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ആക്സിസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ എലമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കൊരു റേഡിയൽ ബാലൻസ് കിട്ടുന്നത്. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ വെയിറ്റേജ് ഓഫ് എലമെൻറ്റ്സ് ആണ്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു ബാലൻസിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് 3 ടൈപ്സ്: സിമെട്രിക്കൽ, അസിമെട്രിക്കൽ ആൻഡ് റേഡിയൽ. ഓക്കെ, ഇനി ഈ സിമെട്രിക്കൽ ബാലൻസ് ആൻഡ് അസിമെട്രിക്കൽ ബാലൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി. ഇപ്പോൾ ഒരു കോമ്പോസിഷൻ നിങ്ങൾക്ക് തരികയാണ്, അതിൽ ഏത് ബാലൻസ് ആണ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കോമ്പോസിഷൻസുമായിട്ട് നമുക്ക് നല്ല പരിചയം വേണം, അല്ലേ? സോ ഈ കമ്പാരിസൺ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ആദ്യത്തെ 2 ഇമേജ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സിമെട്രിക്കൽ ബാലൻസ് ആണ് ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത്, അല്ലേ? സിമെട്രിക്കൽ ബാലൻസ്. സെക്കൻഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ സെയിം ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് സിമെട്രി, ഒരു വേർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസ് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സിമെട്രിക്കൽ ഫോംസ് ആണ് കിട്ടുന്നത്. സെക്കൻഡ് ഇമേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ആക്സിസ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ എന്തായാലും അതിലൊരു സിമെട്രി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? ആ ഒരു സിമെട്രിക്കാണ് അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ ഈ സിമെട്രിക്കൽ ബാലൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു മിറർ ഇമേജസ് ആയിരിക്കും 2 സൈഡും. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഒരു സ്റ്റിഫർ അല്ലെങ്കിൽ ഒരു ഫോർമൽ ബാലൻസ് ആയിട്ട് പറയാറുണ്ട്. സോ സിമെട്രിക്കൽ ബാലൻസ് ഇസ് അതർവൈസ് കോൾഡ് ഫോർമൽ ബാലൻസ്. സിമെട്രിക്കൽ ബാലൻസിൻ്റെ കൂടെ തന്നെ ഓർത്ത് വയ്ക്കുക ഈ ഒരു ടേമും, ഫോർമൽ ആയിട്ടുള്ള ബാലൻസ് ആണ്. ഓക്കെ, കാരണം എന്താണ്, കൂടുതൽ സ്റ്റിഫറായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ആ കൂടുതൽ സിമെട്രിക്കൽ ആവുമ്പോൾ കൂടുതൽ സ്റ്റിഫറായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് തോന്നും, അല്ലേ? സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അധികം മൂവ്മെൻ്റ് ഇല്ലാത്തത്. ഡൈനാമിക്കിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റാറ്റിക്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് ഫീൽ, സ്റ്റിഫർ ഫീലാണ് നമുക്ക് സിമെട്രിക്കൽ ബാലൻസിന് കിട്ടുക. അതേസമയം അസിമെട്രിക്കൽ ബാലൻസിന് നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പോസിഷനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലേ? സിമെട്രിക്കൽ ബാലൻസിൽ ഒറ്റൊരു നോട്ടത്തിൽ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് അവസാനിക്കുകയാണ്. പക്ഷേ അസിമെട്രിക്കൽ ബാലൻസിലെന്ന് വെച്ചാൽ നമ്മൾ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ അറ്റൻഷൻ എത്തും. കാരണം ആ ഒരു സിമെട്രി ബ്രേക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൈനാമിസമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? മൂവ്മെൻറ്റ്, ഐസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ, അതാണ് കൂടുതൽ ഡൈനാമിക് എന്ന് പറയുന്നത്. സോ അത് മോർ കാഷ്വലാണ്, ഒരു കാഷ്വൽ ഫീലിംഗ് ആണ് ആ കോമ്പോസിഷനുള്ളത്. സിൻസ് ഇറ്റ് ഈസ് മോർ കാഷ്വൽ ആൻഡ് ഡൈനാമിക്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഫോർമൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ അസിമെട്രിക്കൽ ബാലൻസിനെ ഇൻഫോർമൽ ബാലൻസ് എന്നും വിളിക്കാറുണ്ട്. സെയിം ഒരു കാര്യം തന്നെയാണ് ഇവിടെ തേർഡ് ഇമേജ് എന്ന് പറയാം, അല്ലേ? തേർഡ് ഇമേജിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു എഗ്ഗിൻ്റെയൊക്കെ ഷേപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുക. അതിലും സിമെട്രിക്കൽ ബാലൻസ് ആണുള്ളത്. അതേസമയം ഒരു സ്പൈറൽ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലേ, ഒരു ഷെല്ലിലൊക്കെ നമ്മൾ കാണുന്ന സ്പൈറൽ ഷേപ്പാണിത്. അതിലും ഒരു ബാലൻസ് ഉണ്ട്, പക്ഷെ അത് അസിമെട്രിക്കൽ ബാലൻസ് ആണ്, അല്ലേ? നമുക്ക് ബാലൻസ് തോന്നുന്നുണ്ട്, പക്ഷെ മിറർ ഇമേജ് അല്ല. സോ അതാണ് അസിമെട്രിക്കൽ ബാലൻസ്. ഇനി റേഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആക്സിസ് സെൻട്രലിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഈ ഇമേജസിന് ടോട്ടലി ക്ലിയർ ആണ്. സോ വെൻ ദ വിഷ്വൽ വെയ്റ്റ് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഈസ് ഈവൻലി സ്പ്രെഡ്, ദ റിസൾട്ട് ഈസ് റേഡിയൽ സിമെട്രി. ഫോർ എക്സാമ്പിൾ ദ റോസ് വിൻഡോസ് ഓഫ് കത്തീഡ്രൽസ്. അപ്പോൾ ഈ തേർഡ് ഇമേജാണ് റോസ് വിൻഡോസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ചോദിക്കാം. റോസ് വിൻഡോസ്, കത്തീഡ്രൽസിലൊക്കെ കാണുന്ന റോസ് വിൻഡോസ് റേഡിയൽ ബാലൻസിന് ഒരു എക്സാമ്പിളാണ്. അതുപോലെ വലിയ ഡോംസിലൊക്കെ നമ്മൾ സ്കൈലൈറ്റ് പോലെ, അല്ലേ, ലൈറ്റ് വെൽസ് ആയിട്ട് ടോപ്പിൽ വിൻഡോസ് കൊടുക്കാറുണ്ട്, ഗ്ലാസ് ഇടാറുണ്ട്. സോ ആ ഒരു പാറ്റേണും റേഡിയൽ പാറ്റേൺ ആണ് യൂസ് ചെയ്യാറ്. ആ റേഡിയൽ ബാലൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ യൂഷ്വലി ഒരു 2D കോമ്പോസിഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു റേഡിയൽ സിമെട്രി കോമ്പോസിഷനാണ്. അപ്പം ബാലൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെയിം ഒരു 3 ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നതാണ് ഈ ഒരു ഇമേജ്: സിമെട്രിക്കൽ ബാലൻസ്, അസിമെട്രിക്കൽ ബാലൻസ് ആൻഡ് റേഡിയൽ ബാലൻസ്. ഓക്കെ, സിമെട്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇമേജിൽ മിറർ ഇമേജ് ആണ്. സെക്കൻഡിൽ അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അസിമെട്രി ആണ്, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡൈനാമിക് ആണ്, അല്ലേ? അപ്പോൾ ഇത് ഇൻഫോർമലാണ്. സിമെട്രിക്കൽ ബാലൻസ് ഫോർമൽ ബാലൻസ് എന്ന് പറയാറുണ്ട്.
അതുപോലെ തന്നെ റേഡിയൽ ഡിസൈൻ അല്ലെങ്കിൽ റേഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു പാറ്റേൺ. അങ്ങനെയാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് റേഡിയൽ ബാലൻസ് കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇസ് കോൺട്രാസ്റ്റ്. എന്താണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്? കോൺട്രാസ്റ്റ് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് ആർട്ട് റെഫേഴ്സ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്പോസിറ്റ് എലമെൻറ്റ്സ് ആൻഡ് ഇഫക്ട്സ്. അല്ലേ? അതായത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എലമെൻറ്റ്സ്, അതായത് ഇപ്പം കളേഴ്സ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളേഴ്സ്, ടെക്സ്ചർ എടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആൻഡ് റഫ് ടെക്സ്ചേഴ്സ്, ഇതൊക്കെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ സൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാർജ് ആൻഡ് സ്മോൾ ഷേപ്സ്, ഇതൊക്കെ വരുന്നതാണ് കോൺട്രാസ്റ്റ്. അപ്പോൾ കോൺട്രാസ്റ്റ് നമ്മളൊരു കോമ്പോസിഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും കൂടുതൽ വെറൈറ്റി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും കോൺട്രാസ്റ്റിൽ. അപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കീ വേർഡ് എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്പോസിറ്റ് എലമെൻറ്റ്സ് ആൻഡ് ഇഫക്ട്സ്. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ക്രിയേറ്റ് മോർ വിഷ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡ്രാമ ഇൻ ആൻ ആർട്ട് വർക്ക്. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു കോമ്പോസിഷൻ തന്നെ ഇതിന് എക്സാമ്പിളാണ്. ഡിഫറെൻറ്റ് കളേഴ്സും ടെക്സ്ചേഴ്സും യൂസ് ചെയ്തിട്ട് ആ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ. സോ ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് നമ്മൾ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ഈ 4 രീതിയിൽ നമുക്ക് കോൺട്രാസ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കോൺട്രാസ്റ്റ് ഇൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സർക്കിളാണ് ഷേപ്പ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഷേപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ സ്ക്വയർ ആവാം, ട്രയാങ്കിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതാണ് ആ ഒരു കോൺട്രാസ്റ്റ് ഇൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വയറും ട്രയാങ്കിളും അങ്ങനെ എന്ത് ഷേപ്പ് വേണമെങ്കിലും ആവാം. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ഇൻ കളർ അല്ലേ? ഇവിടെ കോൺട്രാസ്റ്റ് ഇൻ വാല്യൂ എന്ന് വേണം ആക്ച്വലി പറയാൻ. ഇവിടെ വാല്യൂസാണ് കാണിക്കുന്നത് ആക്ച്വലി. സോ ആ കോൺട്രാസ്റ്റ് ഇൻ കളർ അല്ലെങ്കിൽ വാല്യൂ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് കാണിക്കാൻ സാധിക്കും. അതുപോലെ കോൺട്രാസ്റ്റ് ഇൻ സ്കെയിൽ അല്ലെങ്കിൽ സൈസ് അല്ലേ? നമ്മൾ ഒരേ പാറ്റേണിൽ പോകുന്ന ഒരു സർക്കിൾസ് ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വളരെ ചെറിയ സൈസിൽ ഒരു സർക്കിൾ കൊടുത്തപ്പോൾ അവിടെ കോൺട്രാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു അല്ലേ? സൈസ് ഡിമിനിഷ് ചെയ്തിട്ടാണ് ഇവിടെ കോൺട്രാസ്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ കോൺട്രാസ്റ്റ് ബൈ ലേ ഔട്ട്. ഇതൊരു ഗ്രിഡ് ഫോമാറ്റിലാണ് ഈ സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേസമയം സെക്കൻഡ് ഒരു പാറ്റേണിൽ അങ്ങനെ ഒരു സ്പെസിഫിക് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രിഡിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺട്രാസ്റ്റ് വന്നു അല്ലേ? 2 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ലേ ഔട്ട്, അതുവഴി കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഇതാണ് ദ വേ ഇൻ വിച്ച് വി ക്യാൻ ക്രിയേറ്റ് കോൺട്രാസ്റ്റ്. ദെൻ ദ തേർഡ് one more example is there. So ഈ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോമ്പോസിഷൻസ് ആണ്. അതിൽ ആ പാറ്റേൺസ് നോക്കുക അല്ലേ? ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഫൈൻ ടെക്സ്ചേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടം പോർഷനിൽ. അതേസമയം ഇവിടെ കുറച്ചുകൂടി റഫ് ടെക്സ്ചറാണ് അല്ലേ? അതുപോലെ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ്, സൈസ് ഇതെല്ലാം കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നു. സോ അങ്ങനെയാണ് കോൺട്രാസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കോമ്പോസിഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. സോ സെക്കൻഡ് പ്രിൻസിപ്പിൾ കോൺട്രാസ്റ്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാലൻസ് ആൻഡ് കോൺട്രാസ്റ്റ് നമ്മൾ കവർ ചെയ്തു. തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എംഫസിസ്. എന്താണ് എംഫസിസ്? എംഫസിസ് എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ടേമും കൂടി ഇതിന് കൂടെ തന്നെ പറയാറുണ്ട്, ഡോമിനൻസ് എന്ന് പറയുന്നത്. ഡോമിനൻസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എംഫസിസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ ടേമിൻ്റെ മീനിങ് തന്നെ. അതായത് എംഫസൈസ് ചെയ്യുക എന്ന് നമ്മൾ പറയും അല്ലേ? അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. So when any 2 elements in a design are considered, either the elements will be in equal every way or one will exert some level of dominance over the other. ഒന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ എലമെൻസിനെയും ഒരുപോലെ അറേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ചില എലമെൻറ്റിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതാണ് ഡോമിനൻസ്, മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ദ മോർ ഡോമിനൻറ്റ് എലമെൻറ്റ് വിൽ ഫസ്റ്റ് അട്രാക്ട് ദ ഐസ് ഓഫ് ദ വ്യൂവർ അല്ലേ? ഷുവറാണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ റൈറ്റ് സൈഡിലുള്ള ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഒരു പാറ്റേണിൽ ആ ഒരു പിങ്ക് കളർ വന്നു, ബ്ലാക്ക് ഹെക്സഗൺസിൻ്റെ ഇടയ്ക്ക് ആ ഒരു പിങ്ക് ഹെക്സഗൺ വന്നപ്പോൾ അവിടെയാണ് നമ്മൾ ആ എംഫസൈസ് കൊണ്ടുവന്നത് അല്ല, എംഫസിസ് കൊണ്ടുവന്നത്, സോറി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആ ഒരു പാറ്റേണിൽ ഡോമിനൻസ് അപ്ലൈ ചെയ്തത്. സോ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഫസ്റ്റ് പോകുന്നത് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത പാർട്ടിലേക്കാണ്. പിന്നെ എന്താണ് തേർഡ് പോയിന്റ്? ഇറ്റ് മൈറ്റ് ഈവൻ അപ്പിയർ ടു എക്സിബിറ്റ് സം സോർട്ട് ഓഫ് കൺട്രോൾ ഓവർ ദ ലെസ് ഡോമിനൻറ്റ് എലമെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫോക്കസ് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റ് ബാക്കിയുള്ള സറൗണ്ട് ചെയ്യുന്ന എലമെൻസിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കും. ഇത് കുറച്ചുകൂടി ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും നിൽക്കുക.
ഓക്കെ. അങ്ങനെയാണ് ഈ എംഫസിസ് അല്ലെങ്കിൽ ഡോമിനൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇമേജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജിൽ ആ ചെറിയ സ്ക്വയറും ഒരു വലിയ സർക്കിളും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ വ്യൂ പോകുന്നത്, അറ്റൻഷൻ പോകുന്നത് ആ സർക്കിളിലാണ്, സിൻസ് ഇറ്റ് ഈസ് ലാർജ് അല്ലേ. സോ അങ്ങനെയാണ് ഇവിടെ എംഫസിസ് കൊണ്ടുവന്നത്. അത് സ്ക്വയർ ഷേപ്പിനെ ഡോമിനേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. സോ എംഫസിസും ഡോമിനൻസും ഏകദേശം സെയിം ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ ഇതെങ്ങനെ നമുക്ക് കൊണ്ടുവരാം പല കോമ്പോസിഷനിൽ നിന്ന് നോക്കാം. എംഫസിസ് ബൈ സൈസ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കിളിൻ്റെ കേസ് പറഞ്ഞതുപോലെ ആ സർക്കിൾ എൻലാർജ് ചെയ്ത് കാണിക്കുന്ന പോലെ നമുക്ക് എംഫസൈസ് ചെയ്യേണ്ട പാർട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്ററൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടുന്ന പോയിന്റ് നമുക്ക് എംഫസൈസ് ചെയ്തിട്ട് സൈസ് കൊടുക്കാം. അല്ലെങ്കിൽ ഷേപ്പിലുള്ള ചേഞ്ച് ആയിരിക്കാം എംഫസിസ് കൊണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് അല്ലേ. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ വെച്ചിരിക്കുകയാണ്, അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റിൽ നമ്മൾ എംഫസിസ് കൊണ്ടുവന്നു. അതുപോലെ ഐസൊലേഷൻ, എംഫസിസ് ബൈ ഐസൊലേഷൻ. സോ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആരോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫോക്കസ് അവിടേക്ക് പോയി അല്ലേ. എംഫസിസ് ബൈ വാല്യൂ, സോ ഡാർക്കർ ഷെയ്ഡിലേക്കായിരിക്കും നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടുന്നത്. എംഫസിസ് ബൈ ഡയറക്ഷൻ അല്ലേ, ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ. സോ ഇങ്ങനെയൊക്കെയാണ് പല രീതിയിൽ നമുക്ക് ഒരു കോമ്പോസിഷനിൽ എംഫസിസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ച ഇമേജസ്. പിന്നെ പ്ലസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പോയിന്റ് പറയാനുള്ളത് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതും സിമിലറാണ്, എംഫസിസ്, ഡോമിനൻസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഓർത്ത് വയ്ക്കുക, ഇതിനൊക്കെ സിമിലർ ഒരു മീനിങ് ആണുള്ളത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ബാക്കി സബ്ജക്ട്സിൽ പഠിക്കുന്ന ഡെഫിനിഷൻസ് പോലെ പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഈ പ്രിൻസിപ്പിളാണ് ഇവിടെ കറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു പ്രിൻസിപ്പിളും വേറൊരു പ്രിൻസിപ്പിളും വളരെ സിമിലർ ആയിട്ട് തോന്നും. കാരണം ചിലത് ഇപ്പം കോൺട്രാസ്റ്റ് വന്നുകൊണ്ടായിരിക്കും അവിടെ എംഫസിസ് വന്നത്. അപ്പോൾ കോൺട്രാസ്റ്റും ഒരു പ്രിൻസിപ്പിളാണ്, എംഫസിസും ഒരു പ്രിൻസിപ്പിളാണ്, കണ്ടോ. അപ്പോൾ അങ്ങനെയാണ്, എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഫോക്കൽ പോയിന്റ്. ഓക്കെ, ആഡിങ് എംഫസിസ് ടു ആൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ്സ് എ ഫോക്കൽ പോയിന്റ് വിച്ച് ഗ്രാബ്സ് ആൻ ഓഡിയൻസ് അറ്റൻഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ എംഫസിസ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഫോക്കൽ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. സോ ഈ രണ്ട് ഇമേജസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ റൈറ്റ് സൈഡിലുള്ള ഇമേജസിൽ 4 ഫോക്കൽ പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം അല്ലേ. ഈ ഗ്രേ സ്ക്വയേഴ്സിനെ ഡോമിനേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് ബാക്കി ഈ 4 ഫോക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഫോക്കൽ പോയിൻ്റാണ് ഈ സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ബ്രൈറ്റ് കളറും ആ ഷേപ്പും ആ സൈസും ഇതെല്ലാം ആണ് അതിന് കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട്, ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഫോക്കൽ പോയിൻ്റ് ആക്കിയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയത്. സോ ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇമേജിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഇമേജസിൽ 3 ലൈൻസ് ആണുള്ളത്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മളുടെ വ്യൂവറിൻ്റെ അറ്റൻഷൻ കിട്ടുന്ന ആ 2 ഫോക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. കറക്റ്റ്. സോ ഈ ഒരു പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. എംഫസിസ്, ഡോമിനൻസ്, ഫോക്കൽ പോയിന്റ് അതെല്ലാം സെയിം ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് പറയുന്നത്. 4th പോയിന്റ് എന്ന് വെച്ചാൽ പാറ്റേൺ. എന്താണ് പാറ്റേൺ? പാറ്റേൺ ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ മേ ബി ഡിഫൈൻഡ് ആസ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് റിപ്പീറ്റഡ് എലമെൻറ്റ്സ്. സോ ഇവിടെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ, പാറ്റേൺ എന്ന് പറയുമ്പോൾ കീ വേർഡായിട്ട് നമ്മൾ ഓർക്കേണ്ടത് റിപ്പീറ്റഡ് എലമെൻറ്റ്സ് അല്ലേ. എലമെൻറ്റ്സ് ലൈൻസ് ആയിരിക്കാം, ഷേപ്പ് ആയിരിക്കാം, കളർ ആയിരിക്കാം, ടെക്സ്ചർ ആയിരിക്കാം, അങ്ങനെ എന്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്താലും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് പാറ്റേൺ. Pattern usually increases the visual excitement by supplementing surface interest അല്ലേ. ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ കളേഴ്സിൻ്റെയും ആ ഷേപ്സിൻ്റെയും കോമ്പിനേഷനാണ് ഇത്രയും രസമായിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ റിപ്പീറ്റഡ് എലമെൻറ്റ്സ് അതാണ് പാറ്റേൺ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഫോക്കസ് ഡിറൈവ് ചെയ്യാം വ്യൂവേഴ്സിൻ്റെ. കാരണം നമ്മൾ ഒരു ബ്ലാങ്ക് സ്പേസിനേക്കാളും അതൊരു ഫോക്കസ് കൊണ്ടുവരിക അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടുക അവിടെ ഒരു പാറ്റേൺ ഉള്ളപ്പോഴായിരിക്കും.
പിന്നെ അതുപോലെ ഒരു കോമ്പോസിഷൻ കുറച്ചും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും കൂടുതൽ മെമ്മറബിൾ ആയിട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുക അതിലൊരു പാറ്റേൺ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഹ്യൂമൻ ഐസിന് പൊതുവേ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു പാറ്റേൺ സീക്ക് ചെയ്യാനായിട്ട്, പാറ്റേൺ കണ്ടെത്താനായിട്ട് നമ്മുടെ കണ്ണ് ശ്രമിക്കും. സോ ആ ഒരു ടെൻഡൻസിയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ ഇവോക്ക് സർപ്രൈസിങ് ഇമോഷണൽ റിയാക്ഷൻസ് ഫ്രം എ വ്യൂവർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ നന്നായിട്ട് നമ്മളുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് സാധിക്കും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്താൽ. So patterns are an active principle of art and design. They lift an image off the page അല്ലേ. വളരെ അട്രാക്റ്റീവായിട്ട് നമ്മുടെ കോമ്പോസിഷന് ഈ പാറ്റേൺസ് മാറ്റും. ഇപ്പോൾ ഈ കാണിച്ച പാറ്റേൺസ് തന്നെ അതിനുള്ള എക്സാമ്പിളാണ് അല്ലേ. എത്ര ഇൻട്രസ്റ്റിംഗ് ആക്കി ആ ഒരു നമ്മുടെ ഈ ഒരു പേജ്, ഈ സ്ലൈഡ് തന്നെ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി അല്ലേ പാറ്റേൺ വന്നപ്പം. സോ അതാണ് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിളാണ് ആർട്ടിൻ്റെയും ഡിസൈനിൻ്റെയും. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 5th പോയിന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഋതം എന്താണ്? കൂടുതൽ ആൾക്കാരും കൺഫ്യൂസിങ് ആയിട്ട് പറയാറുണ്ട്. റിപ്പീറ്റേഷൻ, പാറ്റേൺ, ഋതം ഇതെല്ലാം കൺഫ്യൂസിങ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ ഡൗട്ട് നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. ഋതം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡ് എലമെൻറ്റ്സ് തന്നെയാണ് ഋതത്തിലും വരുന്നത്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഋതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ട് ഈ എലമെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. അതിപ്പം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതിൻ്റെ കൂടെ ഇപ്പം ഒരു സർക്കിളാണെന്ന് വിചാരിക്കുക, അത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ അത് റിപ്പീറ്റേഷൻ ആവുന്നുള്ളൂ. അതിന് പകരം നമ്മൾ ആ ഡോട്ട്സിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സൈസ് കൂട്ടി കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഇഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. കുറച്ചുകൂടി ഒരു മൂവ്മെൻ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഗ്രഡേഷൻ വന്നത് കണ്ടോ അങ്ങോട്ട് പോകുന്നതോറും. അപ്പം അതിനൊരു ഇഫക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അതിനാണ് ഋതം എന്ന് പറയുന്നത്. ഓക്കെ, ഋതം ഇസ് ദ മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ എ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ഫോംസ്. ഇത് ഭയങ്കര സ്റ്റാറ്റിക് ആണ് അല്ലേ. ഒരു സർക്കിൾ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു സ്റ്റാറ്റിക് കോമ്പോസിഷനാണ് ഫോം ചെയ്യുന്നത്. അതേസമയം ഈ ഗ്രഡേഷൻ, ആ സൈസിൽ ചെറിയ ചേഞ്ചസ് വരുത്തി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് കിട്ടുക. Okay, repetition refers to a pattern in which the same shape, size or color is used repeatedly throughout the design. അപ്പോൾ റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെഗുലർ റിതം എന്നും അതിന് പറയാറുണ്ട്. ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ നോക്കുക, ലൈൻസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, സിമ്പിളായിട്ട് ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. അതിനാണ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് സെയിം എലമെൻ്റ് ആയിരിക്കും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനാണ് റെഗുലർ റിതം എന്നും പറയാറുണ്ട് അതിന്. ഓക്കെ, അതാണ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം റിപ്പിറ്റേഷൻ റിതം ആവണമെങ്കിൽ അതിൽ ഓരോ എലമെൻസിനും ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതാണ് റിതമായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ 3 types ഓഫ് ഋതം നമുക്ക് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യാം. ഒന്ന് റെഗുലർ ഋതം, നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഫ്ലോയിങ് ഋതം, ആൻഡ് തേർഡ് ഇസ് പ്രോഗ്രസീവ് ഋതം. അപ്പോൾ 3 types ഓഫ് ഋതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് റെഗുലർ ഋതം, അല്ലെങ്കിൽ അതിനെ റിപ്പിറ്റേഷൻ എന്നും നമുക്ക് വിളിക്കാം. സിമ്പിൾ റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെഗുലർ ഋതം എന്ന് വെച്ചാൽ സെയിം എലമെൻറ്റ് ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുക അല്ലേ. സെയിം സ്പേസിങ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ഷേപ്പ് ആയിരിക്കും, കളറായിരിക്കും, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് റെഗുലർ ഋതം. അത് സ്റ്റാറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനൊരു മൂവ്മെൻ്റ് ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അതേസമയം പ്രോഗ്രസീവ് ഋതം അല്ലെങ്കിൽ ഫ്ലോയിങ് ഋതം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മൂവ്മെൻ്റ് ആണ്, കുറച്ചുകൂടി ഡൈനാമിക് ആണ് ഇത് രണ്ടും. ഓക്കെ, പ്രോഗ്രസീവ് ഋതം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ സീക്വൻസ് ഇസ് ക്രിയേറ്റഡ് ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ആർ ചേഞ്ച്ഡ് സ്ലൈറ്റ്ലി എവറി ടൈം ആസ് ദേ ആർ റിപ്പീറ്റഡ്. അപ്പോൾ നമ്മൾ ആ എലമെൻറ്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ സ്പൈറൽ ഷേപ്പ് നോക്കിയാൽ ഒരേ എലമെൻറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഗ്രാജുവലി അതിൻ്റെ സൈസ് കൂടി വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്ത് വരിക എന്ന് നമ്മൾ പറയില്ല. അതായത് ഒരു ചേഞ്ച് പ്രോഗ്രസ് ചെയ്ത് വരിക എന്ന് വെച്ചാൽ ആ ഗ്രഡേഷൻ ആണ് പറയുന്നത്. സ്ലൈറ്റ് ചേഞ്ചസിനെയാണ് ഈ പ്രോഗ്രസീവ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്രോഗ്രസീവ് ഋതം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരണം, പ്രോഗ്രസീവ് റിതം എന്ന് പറഞ്ഞാൽ. ഇനി ഫ്ലോയിങ് റിതം എന്താണ്? അതിലും മൂവ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഇൻ ദിസ് ഫ്ലോയിങ് റിതം, മൂവ്മെൻറ്റ് ഇസ് സജസ്റ്റഡ് ത്രൂ റിപ്പീറ്റിംഗ് ഓർഗാനിക് ഷേപ്സ് ഓർ ത്രൂ ഇറഗുലർ റിപ്പിറ്റേഷൻ ഓഫ് റിപ്പീറ്റിംഗ് എലമെൻറ്റ്സ്. അപ്പോൾ ഫ്ലോയിങ് റിതത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ഷേപ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ഫോംസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഗാനിക് ലൈൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. കേർവ്ഡ് ലൈൻസ് ആയിരിക്കും കൂടുതലും ഫ്ലോയിങ് റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഫ്ലോയിങ് ആയിട്ടുള്ള ഓർഗാനിക് ഷേപ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ലൈൻസിൻ്റെ റിപ്പിറ്റേഷൻ, അത് ഇറഗുലർ റിപ്പിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ സെയിം എലമെൻറ്റ് തന്നെ ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്പോൾ ഇതാണ് ഫ്ലോയിങ് റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? പ്രോഗ്രസീവ് റിതം എന്ന് വെച്ചാൽ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ കളറിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രോഗ്രസീവ് റിതം കണ്ടോ, അതിൽ സ്ലൈറ്റ് ആയിട്ട് ആ വാല്യൂസിനുള്ള ചേഞ്ചാണ് നമ്മൾ പ്രോഗ്രഷനായിട്ട് പറയുന്നത് അല്ലേ. ഇവിടെ കാണുമ്പോൾ സൈസിനാണ് ആ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഫ്ലോയിങ് റിതം എന്ന് പറയുമ്പോൾ നമ്മൾ കേർവ്സിനെ കുറിച്ച് ആലോചിക്കുക. ഓർഗാനിക് ഷേപ്സ്, കേർവ്സ്, ഇതെല്ലാമാണ് നമ്മൾ ഒരു ഫ്ലോയിങ് റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. പല കോമ്പോസിഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേറൊരു ഇമേജ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ ഏത് റിതമാണെന്നുള്ളത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇത്രയധികം ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തത്. ഫ്ലോയിങ് റിതം ശ്രദ്ധിക്കുക, അതിൽ എല്ലാം ഓർഗാനിക് ഷേപ്സ് അല്ലെങ്കിൽ കേർവ്സ് ആണ് അല്ലേ. അതിൽ ഗ്രഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വാല്യൂസാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ബ്ലാക്കിൽ നിന്ന് ലൈറ്റ് ഗ്രേ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ആ ഒരു ഗ്രഡേഷനാണ് ഇവിടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ അതിന് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഇതൊരു വാള് അല്ലേ, വാളിൽ വരുന്ന ആ ഒരു കേർവ്ഡ് ലൈൻസ്, അത് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഹിൽ, മൗണ്ടൻ, വാലി, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിൽ വരുന്ന ലൈൻസ്, ആ പാറ്റേൺ ആണ് ഇവിടെ റിതം ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ ഫോർത്ത് ഇമേജും ശ്രദ്ധിക്കുക അല്ലേ, ഹാൻഡ്സിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ, അതിലും നമുക്ക് മൂവ്മെൻറ്റ് കാണാം. കാരണം എന്താണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോൺട്രാസ്റ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ആ കർവേച്ചർ വന്നപ്പോൾ അതിനൊരു ഫ്ലോയിങ് റിതം അല്ലേ, മൂവ്മെൻറ്റ് വന്നു. ഇനി പ്രോഗ്രസീവ് റിതം ശ്രദ്ധിക്കുക. അതിൽ പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റ് പെയിൻറ്റിംഗ് ആണിത്, ഈ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ്ങിൽ ആ വാല്യൂസാണ് ഇവിടെ പ്രോഗ്രസ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ. ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്ക് പ്രോഗ്രസ് ചെയ്ത് വരികയാണ്. എക്സ്ക്യൂസ് മീ. ആ ഒരു പ്രോഗ്രഷനാണ്, വാല്യൂസിൻ്റെ പ്രോഗ്രഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രഷൻ അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഗ്യാപ്പിംഗ് ആണ് ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്. ഓരോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എലമെൻറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ ഗ്യാപ്പിംഗ് ആണ് ഇവിടെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സൈസിലാണ് വാരിയേഷൻ, അങ്ങനെയാണ് പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഗ്രഡേഷൻ വരുന്നത് ആ ഒരു കളർ ടോണിൽ അല്ലേ, ലൈറ്റിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രഷനാണ്. അതിൽ ഒരു റിതം, റിപ്പീറ്റഡ് സ്മോൾ ഡോട്ട്സ് ആണിത് അല്ലേ, പക്ഷെ അത് വെച്ചിട്ടാണ് അവർ ആ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ റിതം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഗുലർ റിതം, ഫ്ലോയിങ് റിതം, പ്രോഗ്രസീവ് റിതം. ഇനി ഇത് കൂടാതെ അതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് റിതംസ്. ബട്ട് 2 more ടൈപ്സ് ഓഫ് റിതംസ് ആർ ദെയർ. ഓൾട്ടർനേറ്റിംഗ് റിതം ആൻഡ് റാൻഡം റിതം. സോ ഓൾട്ടർനേറ്റിംഗ് റിതം എന്ന് വെച്ചാൽ എന്താണ്, സിമ്പിളായിട്ട് ഈ റിപ്പീറ്റിംഗ് പാറ്റേൺ തന്നെ ഓൾട്ടർ ചെയ്തിട്ട് പോകും. റിപ്പീറ്റിംഗ് എലമെൻറ്റ് തന്നെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റിംഗ് റിതം എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ചെയ്ത്, ആ ടേമിൽ തന്നെയുണ്ട് ഓൾട്ടർനേഷൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് റാൻഡം റിതം.
എന്താണ് റാൻഡം റിതം? ഇത് കുറച്ചും കൂടി ടഫാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കാനായിട്ടൊരു കോമ്പോസിഷനിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ കോമ്പോസിഷൻ, 2 കോമ്പോസിഷനും ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ അറിയാം നമുക്ക് എന്തോ ഒരു എലമെൻറ്റ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതിന് നമ്മളറിയാതെ നമുക്ക് കറക്റ്റ് ഒറ്റൊരു സിംഗിൾ എലമെൻ്റ് എടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു പാറ്റേൺ, എന്തോ ഒരു സിംഗിൾ യൂണിറ്റ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ റാൻഡം കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ള റിപ്പീറ്റേഷൻ കൊണ്ടാണ് ഇവിടെ ഒരു റിതം ഫോം ചെയ്തിട്ടുള്ളത്. ആ കേർവ്ഡ് ആയിട്ടുള്ള ആ ലൈൻസ് വെച്ചിട്ടാണ് ആ ഒരു റിതം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ റാൻഡം എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ റാൻഡം റിതം. റാൻഡം റിതം ഡിസ്ക്രൈബ്സ് ആൻ ആർട്ട് വർക്ക് ദാറ്റ് കണ്ടെയ്ൻസ് റിപ്പീറ്റിംഗ് എലമെൻറ്റ്സ് വിത്തൗട്ട് എ സ്പെസിഫൈഡ് ഓർഡർ ഓർ അറേഞ്ച്മെൻറ്റ്. അതായത് പക്ക ഒരു പാറ്റേൺ ഉണ്ടാവില്ല റിപ്പീറ്റേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റ് ചെയ്തിട്ടല്ല ഇവിടെ ഒരു എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പെസിഫൈഡ് ഓർഡർ ഇല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ റാൻഡം റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. സോ ഈ നേരത്തെ പറഞ്ഞ റിപ്പീറ്റേഷൻ, പാറ്റേൺ ആൻഡ് റിതം കമ്പയർ ചെയ്യുന്ന സിമ്പിൾ 3 ഫിഗറാണിത്. അതിൽ റിപ്പീറ്റേഷൻ കണ്ടാൽ നിങ്ങൾക്കറിയാം സെയിം യൂണിറ്റ് അല്ലേ, ഗ്രീൻ കളറിൽ സെയിം യൂണിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സ്റ്റാറ്റിക് ആയിട്ട് നമുക്കതിനെ തോന്നുന്നുണ്ട് അല്ലേ? അതേസമയം പാറ്റേണിലെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് കാണും അതിൽ. കറക്റ്റ്. ഇനി അപ്പോൾ അതാണ് റിപ്പീറ്റേഷനും പാറ്റേണും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി തേർഡ് പോയിന്റ്, റിതം എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് റിപ്പീറ്റഡ് ബട്ട് വിത്ത് വേരിയേഷൻസ് അല്ലേ? സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും ഓരോ എലമെൻറ്റും തമ്മിൽ. സോ ദിസ് വിൽ ക്രിയേറ്റ് എ ഫീൽ ഓഫ് മൂവ്മെൻറ്റ്. ഓക്കെ, ആ ഒരു വേവ് ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ? അങ്ങനെയാണ് റിതം ക്രിയേറ്റ് ചെയ്തത്. സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും ഓരോ എലമെൻറ്റിലും. ക്ലിയർ? സോ ആ ഒരു കമ്പാരിസണും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. എന്താണ് മൂവ്മെൻറ്റ്? മൂവ്മെൻറ്റ് ഈസ് ദ പാത്ത് ദ വ്യൂവേഴ്സ് ഐ ടേക്സ് ത്രൂ ദ വർക്ക് ഓഫ് ആർട്ട് അല്ലേ? നമ്മൾ എപ്പോഴും പറയും മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി പറയുന്ന, നമ്മൾ മൂവ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻ്റ് അല്ല ഇവിടെ. പക്ഷേ വ്യൂവേഴ്സിൻ്റെ ഐസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മൂവ്മെൻറ്റ് മിക്കവാറും ഈ ഒരു ഡിസൈനർ ഒരു ഫോക്കൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് ആയിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് ചെന്ന് നമ്മളെ വ്യൂവറിൻ്റെ ഐസിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, such movement can be directed along lines, edges, shapes and color within the work of art. അപ്പോൾ പല രീതിയിലുള്ള മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞു റിതം പറഞ്ഞപ്പോൾ അല്ലേ, റിതവും മൂവ്മെൻറ്റും തമ്മിലുള്ള കണക്ഷനാണ് നേരത്തെ പറഞ്ഞത്. പ്രോഗ്രസീവ് റിതം, ഫ്ലോയിങ് റിതം, ഇത് രണ്ടും മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റിതംസ് ആണ്. സോ ഇവിടെയും നമുക്ക് റിതമാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ? റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വന്നു, പക്ഷെ അതിൽ ചേഞ്ചസ് ഉണ്ട് സ്ലൈറ്റ് ആയിട്ട്. അങ്ങനെയാണ് ഇവിടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേർവ്ഡ് ലൈൻസിൻ്റെ അല്ലേ ഒരു പ്ലേ ആണ്. ഇതിൽ നമ്മുടെ ഐസ് ആ ടെക്സ്ചറൊക്കെ വേരി ചെയ്യുന്നതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ അറ്റൻഷൻ അതിന് കിട്ടുകയാണ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് നേരം അതിന് നോക്കിക്കൊണ്ട് നിൽക്കും അല്ലേ? നമ്മൾ അറ്റൻഷൻ നമ്മളുടെ കുറച്ചുകൂടി കിട്ടും. അപ്പോൾ കൂടുതൽ ഡൈനാമിക്കാണ് അത് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടാനായിട്ട്. നെക്സ്റ്റ് 2 കോമ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ അതിലും നമുക്ക് ഈ റിപ്പീറ്റഡ് എലമെൻറ്റ്സ് തന്നെയാണ് കാണുന്നത്, പക്ഷേ സ്ലൈറ്റ്ലി വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലേ? സ്ക്വയർ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിംഗ് കുറഞ്ഞ് റെക്റ്റാങ്കിൾ ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫോക്കസ് നമുക്ക് കിട്ടിയത് അല്ലേ? അതുപോലെ തന്നെ ഈ സെൻട്രൽ ഫോക്കസിലേക്കാണ് ഈ ഒരു പാറ്റേൺ, റേഡിയൽ പാറ്റേൺ വരുന്നത്. ഈ ഒരു റിതം ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഫോക്കസ് അവിടേക്കാണ്. സോ അതിലൊക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇനി ഈ സെയിം മൂവ്മെൻറ്റ് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള, ആർക്കിടെക്ചറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്യൂ ഇമേജസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ പോയിൻ്റ് ഔട്ട് ദാറ്റ് ദിസ് ഇസ് മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ പ്രോഗ്രസീവ് ആൻഡ് ഫ്ലോയിങ് റിതംസ് എന്ന് അല്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു ഫസാഡ് നോക്കുകയാണ്. ഈ ഫസാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടേം നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പരിചയപ്പെട്ടോളൂ. ഫസാഡ് ഓഫ് എ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ പുറമേയുള്ള ഔട്ടർ കവറിങ്ങിനെയാണ് നമ്മൾ ഫസാഡ് എന്ന് പറയാറ്. അല്ലെങ്കിൽ എലിവേഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഒരു ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ എന്നൊക്കെ പറയുന്നത് ആ പുറമേ നിന്ന് കാണുന്ന ആ ഒരു സ്കിന്നിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. അത് റിപ്പീറ്റ് ചെയ്തിട്ട് സൈസ്
സൈസ് കുറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രഡേഷൻ വരുന്ന സൈസിലുള്ള ആ ഒരു സ്ലൈറ്റ് ചേഞ്ചസ് ആണ് ഇവിടെ റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പ്രോഗ്രസീവ് റിതം ഇവിടെ വന്നു അല്ലേ. അതുപോലെ തന്നെ ഫ്ലോയിങ് റിതംസും ഇവിടെ നമുക്ക് കാണാം, കേർവ്സ് വെച്ചിട്ടുള്ള. അങ്ങനെയാണ് ഇതിൽ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സിൻ്റെ ഫസാഡ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിതംസ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്. യൂണിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രിൻസിപ്പിളാണെന്ന് പറഞ്ഞു. ഇതെന്താണ് കൊണ്ടുവരിക, ഒരു സെൻസ് ഓഫ് കൊഹിഷൻ അല്ലെങ്കിൽ കൊഹിറൻസ്, അതായത് ഇതെല്ലാം ഒരു കോമ്പോസിഷൻ്റെ പാർട്ടാണെന്ന് നമുക്ക് ആസ് എ ഹോൾ തോന്നണമെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് തോന്നും. നമ്മൾ യൂണിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ്നെസ് ആണ്. അതായത് ഇപ്പോൾ ഒരു കോമ്പോസിഷനിൽ നിന്ന് നമ്മൾ ഒരു എലമെൻറ്റ് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കോമ്പോസിഷൻ എടുത്ത് യൂണിറ്റി ഉള്ളൊരു കോമ്പോസിഷൻ ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നും. അതേസമയം യൂണിറ്റി ഇല്ലാത്തൊരു കോമ്പോസിഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്താലും എന്ത് എലിമിനേറ്റ് ചെയ്താലും നമുക്ക് ഒന്നും തോന്നത്തില്ല, ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ യൂണിറ്റിയുള്ള കോമ്പോസിഷനിൽ നമുക്കത് ഫീൽ ചെയ്യും. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോമ്പോസിഷനിൽ എന്തോ ഒന്ന് മിസ്സായതുപോലെ തോന്നും. അതാണ് ഈ യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റി ഈസ് ഓൾസോ കോൾഡ് ഹാർമണി എന്ന് ചില ഓതേഴ്സൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് വേറൊരു ഗ്രൂപ്പിൻ്റെ കണ്ടുപിടുത്തം. കാരണം യൂണിറ്റി എന്ന് പറയുന്നത് ആസ് എ ഹോൾ അതിൻ്റെ റിലേഷൻ, ഇപ്പം ഒരു കോമ്പോസിഷൻ എടുത്താൽ അതെല്ലാം തമ്മിലുള്ള ആ ഒരു ചേർച്ചയ്ക്കാണ് അല്ലേ, ആ ഒരു കംപ്ലീറ്റ്നെസ്സിനാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വേറൊരു കോമ്പോസിഷൻ എടുത്താൽ അതിലുള്ള പല എലമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻ, അതായത് ഇതും രണ്ട് എലമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അത് ആ ഒരു റിലേഷൻ പീസ്ഫുൾ ആണോ, അതായത് ചേരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഹാർമണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റി എന്ന് പറയുന്നത് ആസ് എ ഹോൾ കോമ്പോസിഷൻ ആസ് എ ഹോൾ ആ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടോ എന്നുള്ളതാണ് യൂണിറ്റി പറയുന്നത്. അതേസമയം ഹാർമണി എന്ന് വെച്ചാൽ ആ ചേർച്ച, ആ കോമ്പോസിഷൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവ തമ്മിലുള്ള ചേർച്ച, ഈ എലമെൻറ്റ്സ് തമ്മിൽ ചേർച്ച ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഹാർമണി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമും സ്ലൈറ്റ് ആയിട്ടോ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കൂടുതൽ ബുക്സിലും ഇതിലൊക്കെ ഇത് ഒരുമിച്ച് സെയിം കോൺസെപ്റ്റിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റി ആൻഡ് ഹാർമണി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. രണ്ട് ഇമേജസ് വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഇമേജിൽ യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഗ്രേ സ്കെയിലാണ് എല്ലാ ഷേപ്സും അല്ലേ, എല്ലാ എലമെൻസും ഇവിടെ വെച്ചിരിക്കുന്നത്. സോ അതെല്ലാം കൂടി നമുക്ക് ഒന്നായിട്ട് തോന്നും ആ ഒരു സെയിം കളർ യൂസ് ചെയ്തുകൊണ്ട്. ഇനി സെക്കൻഡ് ഇമേജ് നോക്കിയാൽ ഒരു ചേർന്ന് പോകുന്ന ഹാർമോണിയസ് ആയിട്ടുള്ള കളർ സ്കീമാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഒരു ടീൽ കളർ, ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു പേർപ്പിൾ കളർ, ഒരു ബേബി പിങ്ക് കളർ അല്ലേ. ഈ 3 കളേഴ്സ് നല്ല ഹാർമോണിയസ് ആയിട്ട് പോകുന്ന 3 കളേഴ്സാണ്. അപ്പം നമ്മൾ കളർ സ്കീംസ് ഒക്കെ പഠിച്ചു അല്ലേ. അങ്ങനെ കളർ സ്കീമിൽ കൊണ്ടുപോകാൻ പറ്റിയ 3 കളേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു കോമ്പോസിഷനിൽ യൂണിറ്റി കൊണ്ടുവന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു കോമ്പോസിഷനിൽ യൂണിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ യൂണിറ്റി ഹാർമണി നമ്മൾ എന്താ നോക്കി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന വേറൊരു പോയിൻ്റാണ് വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കോമ്പോസിഷനിലെ എല്ലാ എലമെൻസും തമ്മിലൊരു യൂണിറ്റി തോന്നണമെന്ന്. പക്ഷേ നമ്മൾ ഈ കോമ്പോസിഷനിലുള്ള എലമെൻറ്റ്സ് എല്ലാം നല്ല യൂണിറ്റി തോന്നുകയാണെന്ന് വയ്ക്കുക, അതായത് ഭയങ്കര സെയിംനെസ് ആണ് വരുന്നതെങ്കിൽ അത് ടു മച്ച് യൂണിറ്റി എന്ന് നമ്മൾക്ക് തോന്നും അല്ലേ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഗ്രേ സ്കെയിലിൽ കാണിച്ച ഈ ഒരു ഇമേജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് കുറച്ചൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ബോറിംഗ് ആയിട്ട് തോന്നാൻ നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വെറൈറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ വെറൈറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിറ്റിയുടെ കൂടെ തന്നെ അതിൻ്റെ കൗണ്ടർ ബാലൻസ് ചെയ്തിട്ടാണ് ഈ വെറൈറ്റി. അപ്പോൾ യൂണിറ്റിയുടെ കൂടെ തന്നെ ആ വെറൈറ്റിയും കൂടി വന്നാലാണ് നമ്മൾ ആ കോമ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അതേസമയം കൂടുതൽ വെറൈറ്റി ആയാലും അതും നമുക്ക് കൂടുതൽ കെയോസ് ആയിട്ട്, അതായത് ഒരു ഓർഡർ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അല്ലേ, ഓർഡർലെസ് ആയിട്ട് തോന്നും. അങ്ങനെയാണ് അൺകൺട്രോൾഡ് വെറൈറ്റി കെയോസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതുപോലെ ടു മച്ച് ഓഫ് യൂണിറ്റി ബോറിംഗ് ആയിട്ടുള്ള ഒരു
കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യുക. സോ ഒരു ബാലൻസാണ് വേണ്ടത്, യൂണിറ്റിയും വെറൈറ്റിയും കൂടിയിട്ടുള്ള ഒരു ബാലൻസാണ് ഏതൊരു കോമ്പോസിഷനും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കോമ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം യൂണിറ്റി നമുക്ക് കാണാം, സ്ലൈറ്റ് വെറൈറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹാർമണി ബൈ കളേഴ്സ് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ഫിഗറും കൂടിയുണ്ട്, അതും ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം കളർ സ്കീം ദാറ്റ് വർക്ക്സ്, അല്ലേ, വർക്ക് ചെയ്യുന്ന ഒരു കളർ സ്കീം. ആദ്യത്തെ ഒരു കളർ സ്കീം നോക്കുക, വളരെ രസകരമായിട്ട് ഉള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്, അല്ലേ. ആ പേർപ്പിൾ, ഓറഞ്ച്, ടീൽ കളർ, ആ ഷെയ്ഡ്സ് നന്നായിട്ട് ഒത്തുപോകുന്ന ഹാർമോണിയസ് ആയിട്ടുള്ള കളേഴ്സാണ്. അതേസമയം റൈറ്റ് സൈഡിലുള്ള സെക്കൻഡ് ഒരു കളർ സ്കീം നോക്കിയാൽ നമുക്കറിയാം തീരെ ചേർച്ച തോന്നാത്ത കുറച്ച് കളേഴ്സാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ. അപ്പം ഈ കളർ സ്കീം, സെക്കൻഡ് കളർ സ്കീമാണ് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് ആ കോമ്പോസിഷനിൽ ഒരു യൂണിറ്റി ഫീൽ ചെയ്യില്ല. സോ വർക്ക് ചെയ്യുന്ന കളർ സ്കീമും ചേർച്ച തോന്നാത്ത കളർ സ്കീമും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പിലാണ് ഹാർമണി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കോമ്പോസിഷനിൽ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാലൻസ്, കോൺട്രാസ്റ്റ്, എംഫസിസ്, പാറ്റേൺ, റിതം, മൂവ്മെൻറ്റ് ആൻഡ് യൂണിറ്റി, ഇതായിരുന്നു 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോകാം. സെക്കൻഡ് ടോപ്പിക് എന്ന് വെച്ചാൽ ഓർഡറിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിടെക്ചർ, അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്. അതിലെന്തൊക്കെയാണ് മേജർ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ആർട്ട്, ഡിസൈൻ അല്ലെങ്കിൽ ഒരു കോമ്പോസിഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 7 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഈ പ്രിൻസിപ്പിൾസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഡറിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഇത് മെയിൻലി ആർക്കിടെക്ചറിലാണ് ആപ്ലിക്കേഷൻ. ഓർക്കുക, ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ 3 ഡയമെൻഷണൽ സ്പേസ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഫോം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം 2D കോമ്പോസിഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഓർഡറിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിടെക്ചർ മെയിൻലി ആ ഫോം ആൻഡ് സ്പേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ വാട്ട് ആർ ഓർഡറിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് ചോദിച്ചാൽ ദീസ് ആർ ദ വിഷ്വൽ മെത്തേഡ്സ് ദാറ്റ് അലൗ ദ ഫോം ആൻഡ് സ്പേസ് ഓഫ് എ ബിൽഡിംഗ് ടു കോ എക്സിസ്റ്റ് in order to make a design complete. അപ്പോൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നണമെങ്കിൽ, ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ പീസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തോന്നണമെങ്കിൽ അതിൽ ഉള്ള വേരിയസ് എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ഈ ഫോം ആൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയസ് എലമെൻറ്റ്സിന് കൂട്ടിച്ചേർക്കുന്ന അത് ഒരു ഓർഡർ കൊണ്ടുവരുന്ന പ്രിൻസിപ്പിൾസാണ് ഈ ഓർഡറിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആർക്കിടെക്ചറിലാണ് മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുക. ആ പോയിന്റ് മനസ്സിൽ വയ്ക്കുക. ആക്സസ്, സിമെട്രി, ഹയറാർക്കി, ഡേറ്റം, റിതം ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് 6 പോയിൻറ്റ്സ്. ഓക്കെ, എന്താണ് ആക്സസ്? ആക്സസ് എന്ന് വെച്ചാൽ, ആക്സസ് ഓർ അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഓർ മോസ്റ്റ് കോമൺ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ. അതാണ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുക നമ്മളൊരു ആക്സസ് കൺസിഡർ ചെയ്താലാണ്, അല്ലേ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആക്സസും ഒരു വേർട്ടിക്കൽ ആക്സസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ബ്ലോക്സ് അറേഞ്ച് ചെയ്തു, അല്ലേ. 4 ബ്ലോക്സ് ഉണ്ട് ഇവിടെ, അതിനെ അലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്സസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയ, അല്ലേ. ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ആ ഒരു റാൻഡമായിട്ട് നമ്മൾ 4 സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് പോലെയല്ല, അല്ലേ. ഒരു ആക്സസ് വെച്ച് അതിന് ചുറ്റും അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്ത് നമ്മൾ ബ്ലോക്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു ഓർഡർ വന്നു, കണ്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Simply stated, an axis is an imaginary line that is used to organize a group of elements in a design. So organize ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇമാജിനറി ലൈൻ ആണെന്ന് പറഞ്ഞു. ആക്സിസ് ഇസ് മെയിൻലി യൂസ് ടു അലൈൻ എലമെൻറ്റ്സ്. വെൻ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് അറൗണ്ട് ആൻ ആക്സിസ് ദ ഡിസൈൻ ഫീൽസ് ഓർഡേർഡ്. ഈ പറഞ്ഞത് തന്നെയാണ് നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസ് വെച്ചിട്ട് ഈ ഒരു ബ്ലോക്സും
ഈവൺ ഈ ടെക്സ്റ്റും അല്ലേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടെക്സ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റും ആ ഒരു ആക്സസിനെ ബേസ് ചെയ്തിട്ടാണ്, 2 ആക്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അലൈൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇതിന് ഒരു ഓർഡർ കൊണ്ടുവന്നു. ഇനി ഇത് ആർക്കിടെക്ചറിലാണ് മെയിൻലി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആർക്കിടെക്ചറിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാൻ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം റോ ഓഫ് കോളംസ് വ്യൂഡ് ത്രൂ ദ എൻട്രൻസ് ആർച്ച് ഡിഫൈൻസ് ആൻ ആക്സസ് എന്നാണ് ഫസ്റ്റ് ഒരു ഇമേജിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒരു എൻട്രൻസ് ഗേറ്റ് വേ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ നോക്കുന്ന 2 സൈഡിലും അല്ലേ റോ ഓഫ് കോളംസ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്ററിലേക്കാണ് നമ്മളുടെ ഒരു ഫോക്കസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആക്സസ് നമ്മൾ സെൻറ്ററിൽ ആക്സസ് എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഫോക്കസ് കൊണ്ടുവന്ന ആ ഒരു സെൻട്രൽ പോയിന്റിലേക്കാണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ വ്യൂവറിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു പോയിന്റിൽ എൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിന് നമുക്ക് ഒരു ആർക്കിടെക്ചറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഫോം ആൻഡ് സ്പേസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അല്ലേ. അപ്പോൾ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ആക്സസ് നമുക്കൊരു ഡയറക്ഷൻ കാണിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ആക്സസ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്പേസിലേക്കായിരിക്കാം. അപ്പോൾ ഒരു സി ഷേപ്പിൽ ഒരു എന്താണ് ഒരു ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോമിന് നടുക്കുള്ള ആ ഒരു സ്പേസിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഫോക്കസ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ഈ ഒരു ആക്സസ് എപ്പോഴും ഒരു ഡയറക്ഷൻ കാണിക്കും നമ്മളുടെ വ്യൂവേഴ്സിന്. ആ സ്പേസിൽ ഒരു ഡയറക്ഷൻ കാണിക്കുന്നതാണ് ഈ ഒരു ആക്സസിൻ്റെ ഫങ്ഷൻ. അതുപോലെ സെക്കൻഡ് ഇമേജ് നോക്കുക. ആ ഒരു സെൻട്രൽ ആക്സസ് സിമെട്രിക്കൽ ആവണം എന്നില്ല കേട്ടോ. ആക്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സിമെട്രി എന്ന് വിചാരിക്കേണ്ട. സിമെട്രി ഇല്ലാത്തടത്ത് നമുക്ക് ആക്സസ് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള എല്ലാ എലിമെൻസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ബിൽഡിങ്സിൻ്റെ എഡ്ജൊക്കെ ഈ ഒരു ആക്സസിനെ അലൈൻ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആർക്കിടെക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സൈറ്റിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഇതാണ് സൈറ്റ് എന്ന് വിചാരിക്കുക, അതിൽ നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഡയഗണൽ ആക്സസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് ഒരു ഡയഗണൽ ആക്സസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബിൽഡിംഗ് വെക്കാം അല്ലേ. ഇതാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു വ്യൂ ആണ്, എനിക്കതിൻ്റെ വ്യൂ അങ്ങനെയാണ് വേണ്ടതെന്ന് ഡിസൈനർ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ആക്സസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു ഡയഗണൽ ആക്സസ് ആണ് ആ ഒരു സൈറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്തത്. സോ അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ആക്സസിൻ്റെ. ആക്സസ് കാണിക്കുന്ന വേറൊരു ഇമേജാണിത് അല്ലേ. ഒരു ആർക്കേഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോളംസ് വരുന്ന ഒരു ഇമേജ്. അതുപോലെ ഒരു കത്തീഡ്രലിൻ്റെയൊക്കെ സെൻറ്ററിൽ നമുക്ക് ആ ഒരു ആക്സസ് ഫീൽ ചെയ്യാം അല്ലേ. ആൾട്ടറിലേക്ക്, ആ സെൻട്രൽ രൂപത്തിലേക്ക് ആണ് നമ്മുടെ ആ ഫോക്കസ് കൊണ്ടുവരിക ഒരു കത്തീഡ്രലിലൊക്കെ. ഓക്കെ, when architects use an axis or focal point in their design, it acts like a straight arrow on a sign pointing you in the right direction. Axes have specific end points. എപ്പോഴും ഈ ആക്സസ് ചെന്ന് എത്തുന്നത് ഒരു എൻഡ് പോയിന്റിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫോക്കൽ വാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോക്കൽ സ്പേസ് ആയിരിക്കാം, ഒരു സ്പേസിൽ ചെന്നെത്തിക്കാം നമ്മൾ. അങ്ങനെ ഒരു ഡയറക്ഷൻ കാണിക്കുന്നതായിരിക്കും ഈ ഒരു ആക്സസ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ആക്സസ് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രിൻസിപ്പിൾസ് തമ്മിൽ നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു മാർജിൻ വെക്കാൻ പറ്റില്ല, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ആക്സസിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് സിമെട്രി എന്ന് പറഞ്ഞാൽ. അതായത് ആൻ ആക്സിയൽ കണ്ടീഷൻ ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് എ സിമെട്രിക്കൽ കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിച്ച് അതെപ്പോഴും സിമെട്രിക്കൽ ആവണം എന്നില്ല അല്ലേ. 2 സൈഡ്സും സിമെട്രിക്കൽ ആവണം എന്നില്ല. പക്ഷേ ഈ സിമെട്രി എന്നുള്ള പോയിന്റ് വരുമ്പോൾ, സിമെട്രി എന്നുള്ള പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ആക്സിസിൻ്റെ 2 സൈഡും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും, അതായത് മിറർ ഇമേജ് ആയിരിക്കും. ഇവിടെ ഈ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിമെട്രി വരുന്ന കേസിൽ ഈ ആക്സിസിൻ്റെ 2 സൈഡും ഈക്വലി വെയ്റ്റഡ് ആയിരിക്കും അല്ലേ. അതായത് മിറർ ഇമേജസ് ആയിരിക്കും. അതാണ് സിമെട്രിക്കൽ കണ്ടീഷൻ. ഓക്കെ, a symmetrical condition requires a balanced arrangement of equivalent patterns of forms and space അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ സ്പേസും ഈ ഒരു ഫോമും അല്ലേ, ഈ സ്പേസ് എന്ന് പറയുന്ന ഈ 3 ഡയമെൻഷനലായിട്ട് നമുക്ക് ആ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു 3 ഡയമെൻഷണൽ സ്പേസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫോംസിനും സ്പേസിനും ഈക്വലി ബാലൻസ് ആയിട്ട് നമ്മൾ ആക്സിസിൻ്റെ 2 സൈഡിലും നമുക്ക് തോന്നണം.
ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ സിമെട്രി കൊണ്ടുവരാം. എങ്ങനെയാണ്? ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് അല്ലേ, നമ്മൾ റേഡിയൽ സിമെട്രി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആക്സിസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ആക്സിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാം അല്ലേ. അങ്ങനെ നമുക്ക് ബാലൻസ് കൊണ്ടുവരാം, സിമെട്രി കൊണ്ടുവരാം. അതിനെയാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. സോ 2 ടൈപ്സ് ഓഫ് സിമെട്രി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബൈലാറ്ററൽ സിമെട്രി, ഒന്ന് റേഡിയൽ സിമെട്രി. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിളാണ് ഈ സാക് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിഫോർണിയ. റേഡിയൽ സിമെട്രിക്ക് എക്സാമ്പിളാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിളിൻ്റെ ആ ഒരു പ്ലാൻ എടുത്ത് നോക്കിയാൽ അറിയാം, ആ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് അല്ലേ, ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ എല്ലാ എലിമെൻസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിമെട്രിയാണ് വേറൊരു ഓർഡറിങ് പ്രിൻസിപ്പിൾ. എവിടെ സിമെട്രി ഉണ്ടോ അവിടെ ഓർഡർ ഉണ്ട് അല്ലേ. ഒരു ഓർഡർ നമുക്ക് ആർക്കിടെക്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സിമെട്രി ഉണ്ടെങ്കിൽ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹയറാർക്കി. ഹയറാർക്കി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ എംഫസിസ്, ഡോമിനൻസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാറുണ്ട് ഹയറാർക്കി എന്ന് വെച്ചാൽ. പക്ഷേ അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഹയറാർക്കി എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ഡോമിനൻസ്, എംഫസിസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കോമ്പോസിഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് അല്ലേ. ഇപ്പോൾ സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്നൊരു ട്രയാങ്കിൾ വന്നു. സോ ഇതാണ് നമ്മൾ എംഫസിസ് അല്ലെങ്കിൽ ഡോമിനൻസിൽ പഠിച്ചത് അല്ലേ. ഹയറാർക്കി എന്ന് വെച്ചാൽ ഈ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ എംഫസിസ് തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അതൊരു ഗ്രാജുവലായിട്ട്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, അതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞൊരു എലമെൻറ്റ്, അടുത്തത് അതിൻ്റെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ഹയറാർക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ, ഇപ്പോൾ സ്കൈ സ്ക്രേപ്പേഴ്സിൻ്റെ ഒരു സിറ്റി സ്കേപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സിറ്റിയിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സിറ്റി സ്കേപ്പ്, അതിൽ നമുക്കറിയാം ഏറ്റവും ടോളായിട്ടുള്ള ബിൽഡിങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഏറ്റവും ടോളായിട്ടുള്ള ബിൽഡിങ്ങിന് കൊടുത്തു, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹൈറ്റിനായിരിക്കും അല്ലേ. അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓരോ എലമെൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരിക, അതിനെയാണ് ഹയറാർക്കി എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൽ. സോ എപ്പോഴും നമ്മൾ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്കിടെക്ചറിലെ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ കുറച്ചുകൂടി ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനേഷനിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഹയറാർക്കി ഇൻ ആർക്കിടെക്ചർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദ ഇമ്പോർട്ടൻസ് or significance of a form or space by its size, shape or placement relative to other forms and spaces of the organization. എന്താണ്? ബാക്കിയുള്ള എലമെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനും ഉള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിനെ കമ്പയർ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റിലേറ്റീവ് ആയിരിക്കും അത്. ഒരു എലമെൻറ്റിനെ കമ്പയർ ചെയ്തിട്ട് അടുത്ത എലമെൻറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു റിലേറ്റിവിറ്റിക്കാണ് ഇവിടെ ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആസ് യു ഡിസൈൻ ഡിസ്റ്റിങ് ലെവൽസ് ഓഫ് ഡോമിനൻസ് യു ക്രിയേറ്റ് വിഷ്വൽ ഹയറാർക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡോമിനൻസ് കണ്ടോ, ലെവൽസ് ഓഫ് ഡോമിനൻസ്, പല ലെവൽസ് ഓഫ് ഡോമിനൻസ് വരുന്നുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഹയറാർക്കി വരുന്നത്. ഓക്കെ, ഹയറാർക്കി ഇൻഫ്ലുവൻസസ് ദ ഓർഡർ ഇൻ വിച്ച് ദ ഹ്യൂമൻ ഐ പെർസീവ്സ് വാട്ട് ഇറ്റ് സീസ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഐ അറ്റൻഷൻ കിട്ടുന്നത് ഏതിനാണോ അതാണ് ഏറ്റവും ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ആ ഓർഡർ കൊണ്ടുവരും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് ഏറ്റവും ഫോക്കസ് കൊടുത്ത്. അപ്പോൾ ഈ ഒരു ഹയറാർക്കി പല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം, ബൈ സൈസ്, ബൈ ഷേപ്പ് ആൻഡ് ബൈ പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ അത് കാണിച്ചിരിക്കുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന സാമ്പിൾ ഇമേജ് എന്ന് പറഞ്ഞാൽ ബൈ സൈസ് അല്ലേ. സൈസ് വലുതാക്കി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും അല്ലേ. അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ ആ ഫോം അല്ല സ്പേസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സൈസ്, ഫോം ചെറുതാണ് അല്ലേ. ഈ ഒരു നെഗറ്റീവ് സ്പേസാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സൈസാണ് കൂട്ടിയത്. സോ അങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കാം. അതുപോലെ ബൈ ഷേപ്പ്, ഇപ്പോൾ ഒരു പാറ്റേണിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ആണ് പോകുന്നത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സർക്കിൾ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്നൊരു ഹയറാർക്കി അല്ലേ. അല്ലെങ്കിൽ ബൈ പ്ലേസ്മെൻറ്റ്, എന്താ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഗ്യാപ്പിംഗ് ആയിരുന്നു, അതിൽ പെട്ടെന്ന് ഒരു ലാർജ് ഗ്യാപ്പിങ്ങിലാണ് പിന്നെ അടുത്ത എലമെൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്തത്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റിൽ വരുന്ന ആ ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡോമിനൻസ് കൊടുക്കുന്നത് അങ്ങനെയാണ്.
ഓക്കെ, അങ്ങനെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹയറാർക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആർക്കിടെക്ചറിൽ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേരിയിങ് സൈസസ് ഓഫ് ഡോംസ് ആണ് ഇവിടെ, അല്ലേ. ഏറ്റവും സെൻട്രൽ ഏരിയ എന്ന് പറയുന്നതാണ് ഒരു കത്തീഡ്രലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, അല്ലേ. അപ്പോൾ ആ പ്ലാൻ, നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിയാൽ ആ സെൻട്രൽ സ്പേസ് ആണ് ഏറ്റവും ലാർജ്, അല്ലേ. അങ്ങനെയാണ് നമ്മളിവിടെ ഹൈറാർക്കി കൊണ്ടുവന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. ചുറ്റിലുള്ള സ്പേസസ് ഒക്കെ സർക്കുലർ ആണ്, അല്ലേ. ഷേപ്പും ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സൈസും ഡിഫറെൻ്റ് ആണ്. സോ അത് ലെസ് ഡോമിനേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു 3 ഡയമെൻഷണൽ വ്യൂ എടുത്ത് നോക്കിയാൽ ആ സെൻട്രൽ ഏരിയയ്ക്ക് ഏറ്റവും ലാർജർ ഡോം സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ. അതുവഴി നമുക്ക് ആ പുറമേ നിന്ന് കാണുമ്പോൾ ആർക്കിടെക്ചറിൽ നമ്മൾ ഏറ്റവും ഹൈറാർക്കിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ സെൻട്രൽ പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ. അങ്ങനെയാണ് ഹൈറാർക്കി ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ആ ഹൈറാർക്കി വന്നപ്പോൾ ഉള്ള ആ ഓർഡറിങ് ശ്രദ്ധിക്കുക, അല്ലേ. അപ്പം ആ ഒരു ഓർഡർ കൊണ്ടുവന്നത് ആ ഹൈറാർക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് വേറെ. താജ് ഹോട്ടൽ മുംബൈ, അതിൽ ആ ഒരു സെൻട്രൽ ഏരിയയിൽ ലാർജ് ഡോം കൊടുത്തിട്ട് ഹൈറാർക്കിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ മിനാരറ്റ്സ് പോലെ, അല്ലേ, ചെറിയ ഡോംസ് കൊടുത്തിട്ടുണ്ട്, അതിനാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഒരു മോസ്ക്, ഇറാനിലുള്ള മറ്റൊരു മോസ്ക്, ഷെയ്ഖ് ലോട്ട് ഫല എന്ന് പറഞ്ഞ വേറൊരു മോസ്ക്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ ആ ഒരു വലിയ ഡോമാണ്. അങ്ങനെയാണ് ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തത്. ഫോർത്ത് പോയിന്റ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ, ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഡേറ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് ഓർഡർ കൊണ്ടുവരാം ഒരു ആർക്കിടെക്ചറിൽ. സോ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡേറ്റും ആക്സസും സ്വതവേ ഒരു കൺഫ്യൂസിങ് ആയിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഈ ഒരു പാർട്ടിൽ അത് ക്ലിയർ ആക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ആക്സസ്. അതായത് അത് 1 ഡയമെൻഷണൽ ആയിരിക്കും. ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, വ്യൂവറിൻ്റെ അറ്റൻഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സസ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഡേറ്റം എന്ന് പറയുന്നതും ഒരു കണ്ടിന്യൂസ് ഒരു ലൈനാണ്. പക്ഷെ അതെപ്പോഴും ലൈൻ ആവണമെന്നില്ല. അത് ഒരു ലൈൻ ആവാം, ഒരു പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ അതൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വേറൊരു ഫോം ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഡേറ്റം ആവാം. ഡേറ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ വേണ്ടി, അതായത് പല എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബിൽഡിങ്ങിൽ പല പല എലമെൻറ്റ്സിനെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഡേറ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കണ്ടിന്യൂറ്റിയും ഓർഗനൈസേഷനും, ഇത് രണ്ടുമാണ് ഡേറ്റത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. എ ഡേറ്റം ഇസ് എ ഫോം വിച്ച് ടൈസ് ടുഗെദർ ഓർ ആങ്കേഴ്സ് ഓൾ അതർ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ. അപ്പോൾ ആക്സസിലും നമ്മൾ ആക്സസ് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും അധികം ഡേറ്റം എന്ന് പറയുന്നത് അതാണ് ബാക്കിയുള്ള എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് ടൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് 1 ഡയമെൻഷണൽ ആയിരിക്കാം, 2 ഡയമെൻഷണൽ ആയിരിക്കാം, 3 ഡയമെൻഷണൽ ആയിരിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ ഒരു ലൈനാണ് ഡേറ്റമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഷേപ്സ്, അല്ലേ, എലമെൻറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഈ ലൈൻ ഇവിടെ ഡേറ്റമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഈ 3 ടൈപ്പും കാണിച്ചിരിക്കുകയാണ് ഈ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലൈനായിട്ട്, അല്ലേ, 2 ഡയമെൻഷണലായിട്ട് ഡേറ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടെമ്പിൾ, ജപ്പാനിലുള്ള ഒരു ടെമ്പിളിൻ്റെ ഒരു എലിവേഷനാണിത്. ഇതിൽ കാണുമ്പോൾ ഈ ഡേറ്റം എന്ന് പറയുന്നത് ഒരു ലൈനാണ്. കാരണം ഈ താഴെയുള്ള ഈ ബേസ് ലൈൻ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ, ഇതിനെല്ലാം ടൈ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ലൈനാണ്, അല്ലേ. ടൈം ടുഗെദർ എന്ന് മാത്രം ഓർത്താൽ മതി. ഡേറ്റം എന്ന് വെച്ചാൽ ടൈം ടുഗെദർ. ഈ ഒരു പോയിന്റ് ഓർത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഡേറ്റം ആക്സസും കൂടിയിട്ട് വേർതിരിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്, ഒരുമിച്ച് കൊണ്ടുവന്നതെന്ന് ഇതിൽ കാണാൻ സാധിച്ചു. ഇനി ഒരു പ്ലെയിൻ
ഒരു പ്ലെയിൻ എങ്ങനെയാണ് ഡേറ്റമായിട്ട് മാറുന്നതെന്ന് നോക്കാം. ഈ ഒരു ആർക്കേഡ്സ് കണ്ടോ, അതായത് ഈ ഒരു സെൻട്രൽ സ്പേസിൽ ഇവിടെ ഞാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ എൻ്റെ ചുറ്റിലും ഈ ഒരു നിറയെ ബിൽഡിങ്സ് ഉണ്ട് അല്ലേ, ചുറ്റിലും ഫോംസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോംസ് ആണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ആർക്കേഡ്സ് ഉണ്ട് അല്ലേ, ആർച്ചസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോവുകയാണ് അല്ലേ എല്ലാ സൈഡിലും. അപ്പോൾ ആ ഒരു പ്ലെയിൻ, അതായത് ആർച്ചസ് ഉള്ള ആ ഒരു പ്ലെയിനാണ് ടോട്ടലി എന്നെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കിതെല്ലാം കൂടിയിട്ട് ഒരു പാർട്ടായിട്ട്, ഒരേ ഒരു കാര്യത്തിൻ്റെ പാർട്ടായിട്ടാണ് തോന്നുന്നത്. പല എലമെൻസിനെയും ഞാൻ ഒരുമിച്ച് കാണാൻ എനിക്ക് സാധിച്ചത് ഈ ഒരു ആർക്കേഡ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. ആ ഒരു പ്ലെയിൻ ആർച്ചസ് വരുന്ന ഒരു പ്ലെയിൻ അല്ലേ, 2 ഡയമെൻഷനൽ അല്ലേ, അതുകൊണ്ടാണ് ആ ഒരു പ്ലെയിൻ ഡേറ്റമായിട്ട് ഇവിടെ മാറിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും ബിൽഡിങ്സിനെ ടൈ അപ്പ് ചെയ്യുന്നത് ആ ഒരു ആർച്ചസിൻ്റെ പ്ലെയിൻ ആയിരുന്നു. ഇനി തേർഡ് ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്, സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഫോം വന്നിട്ട് ഡേറ്റമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം ഇതിന് സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു എക്സിബിഷൻ പവലിയൻ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ, ഒരു എക്സിബിഷൻ പവലിയൻ. അവിടെ ജർമ്മനിയിലല്ല, കാനഡയിലെ ജർമ്മൻ പവലിയൻ എന്നാണ് അതിൻ്റെ പേര്. അതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പല യൂണിറ്റ്സ് ഉണ്ടായിരുന്നു എക്സിബിഷനിൽ എക്സിബിറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ്. അപ്പോൾ ഇതിനെ എങ്ങനെ ക്ലബ് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവർ ഏറ്റവും ടോപ്പിലൊരു ടെൻസൈൽ സ്ട്രക്ചർ, ഒരു കനോപ്പി കൊണ്ടുവന്നത്. 3 ഡയമെൻഷനിലാണ് ആ ഒരു കനോപ്പി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും യൂണിറ്റ്സിനെ ഒരുമിച്ച് ടൈ അപ്പ് ചെയ്തത് ഇവിടെ എന്താണ്, ആ ഒരു ഫോമാണ്, ടോപ്പിൽ വരുന്ന ഈ ഒരു കനോപ്പിയാണ് അതിനെ ഒരുമിച്ച് കൊണ്ടുവന്നത്. സോ അതാണ് ഇവിടുത്തെ ഡേറ്റം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഡേറ്റം പല എലമെൻസിനെ ഒരുമിച്ച് ടൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചത്. അത് ലൈൻ ആവാം, പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു വോളിയം ആവാം, അല്ലെങ്കിൽ ഒരു സ്പേസ് ആവാം. ഓക്കെ, അപ്പോൾ ഡേറ്റം കഴിഞ്ഞു, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ 5th പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ എന്താണ്, റിതം. റിതം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രോഗ്രസീവ് റിതം അല്ലെങ്കിൽ ഫ്ലോയിങ് റിതം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബിൽഡിങ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് റിപ്പീറ്റഡ് എലമെൻറ്റ്സ് ആയിരിക്കും, പക്ഷെ അതിൽ സ്ലൈറ്റ്ലി ചേഞ്ച് ഉണ്ടാവും ഓരോ എലമെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ ഒരു ടോപ്പിൽ വരുന്ന ഈ ആംഗിൾസ് അല്ലേ, ഡിഫറെൻറ്റ് ആംഗിൾസ് ആണ്. ചിലത് കുറച്ച് ലാർജാണ്, കുറച്ചുകൂടി അക്യൂട്ടാണ്, ചിലത് കുറച്ചുകൂടി ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ്. പക്ഷേ അതിലൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ, ഈ ആംഗിൾസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്ന വിത്ത് സ്ലൈറ്റ് വേരിയേഷൻസ് അല്ലേ, അങ്ങനെയാണ് റിതം ക്രിയേറ്റ് ചെയ്തത്. സെക്കൻഡ് ഇമേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിറ്റാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ, അതിൻ്റെ സൈസ് കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയാണ് റിതം ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു വാൾ ഫസാഡിൽ വിൻഡോസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അത് നോക്കൂ, വേവി ഫോമിലാണ് അല്ലേ, ഫ്ലോയിങ് റിതം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 4th ഇമേജ് നോക്കുക, അതിൽ ചെറിയ യൂണിറ്റ്സ്, അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് വെച്ച് ഇവിടെ റിതം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ, ഓരോന്നിൻ്റെയും ഡയറക്ഷനാണ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഡയറക്ഷൻ മാറ്റി വെച്ചപ്പോൾ അതിനൊരു റിതം ക്രിയേറ്റ് ചെയ്തു അല്ലേ. അങ്ങനെയാണ് ആർക്കിടെക്ചറിൽ റിതം കൊണ്ടുവന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, റിതം ഒരു ഓർഡറിങ് പ്രിൻസിപ്പിളായിട്ട് പ്രവർത്തിച്ചത് അങ്ങനെയാണ്. നെക്സ്റ്റ് വേറൊരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കോളംസിൻ്റെ ഡീറ്റെയിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു ഇമേജിൽ അതിൽ വരുന്ന റിപ്പീറ്റിംഗ് പാറ്റേൺസ്, ഇതിൽ ഡയമണ്ട് ഷേപ്സ് ആണ് ഫസ്റ്റ് പില്ലറിൽ വരുന്നത്. സെക്കൻഡിൽ റെക്റ്റാങ്കിൾ ചെക്കർ ബോർഡ് പാറ്റേൺസ് അല്ലേ, 6 ലൈൻസ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കോളംസിൽ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട് അതിൻ്റെ പാറ്റേൺസിൽ. അങ്ങനെയാണ് വേരിയേഷൻ കൊണ്ടുവന്ന് അതൊരു ഋതമായിട്ട് മാറിയത്. അതുപോലെ തന്നെ ആർച്ചസിൽ വരുന്നുണ്ട് ആ ഒരു റിപ്പീറ്റേഷൻ ഋതമായിട്ട് വന്നത്. അതിൽ ഓരോ പാറ്റേണും ഡിഫറെൻ്റ് ആണ് അല്ലേ. അങ്ങനെ ഋതം ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ആർക്കേഡ്സ്, 2 ആർക്കേഡ്സിൻ്റെ റിപ്പീറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A B C B C B C B A അല്ലേ. ഇങ്ങനെ ഒരു റിപ്പീറ്റേഷൻ, ഇങ്ങനെ ആർച്ചസിൻ്റെ സൈസ് വേരി ചെയ്തിട്ടാണ് ആ ഒരു ഋതം ക്രിയേറ്റ് ചെയ്തത്. റിപ്പീറ്റ് ചെയ്ത ആർച്ചസ് ആണ്, പക്ഷേ ഓരോന്നിനും സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണ് ഋതം ക്രിയേറ്റ് ചെയ്തത്.
ഓക്കെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സിഡ്നി ഓപ്പറ ഹൗസ്. ഇത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അത് റിതം എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ ഓർഡർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കെനോപ്പി സ്റ്റൈൽ അല്ലേ, ഈ ഒരു സ്റ്റൈലിനെയാണ് അവർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അത് പല രീതിയിൽ സൈസ് വാരി ചെയ്ത് അതിൻ്റെ ആംഗിൾ വാരി ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേരിയേഷൻ വന്നപ്പോഴാണ് റിതം ക്രിയേറ്റ് ചെയ്തത്. സോ ഓപ്പറ ഹൗസ് റിതം എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ലാസ്റ്റ് പ്രിൻസിപ്പിൾ, ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ആർക്കിടെക്ചർ? ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ആ വേർഡ് മീനിങ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ട്രാൻസ്ഫോം ചെയ്ത് വരിക, അതായത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ചേഞ്ചസ്, ആൾട്ടറേഷൻസ് വരിക, അതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഒരു സാമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഞാനൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു ഷോപ്പിംഗ് മാൾ ഞാൻ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ബേസിക് എൻ്റെ തോട്ട് എന്ന് വെച്ചാൽ ഞാനൊരു എലിപ്സ് എടുത്തിട്ട് അതാണ് എൻ്റെ ബേസിക് ഫോം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്താണ് ഞാനൊരു ഷോപ്പിംഗ് മാളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. കാരണം ലൈറ്റ് ആൻഡ് വെന്റിലേഷനൊക്കെ ഇതിൻ്റെ ഫോമിൽ ആർക്കിടെക്ചറാണ്. സോ അത് നിങ്ങൾ 3 ഡയമെൻഷനലായിട്ട് ആലോചിക്കണം. ഇത് വാൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനത് ബ്രേക്ക് ചെയ്താലാണ് എനിക്ക് കുറച്ചുകൂടി അതിനകത്തേക്ക് ലൈറ്റ് ആൻഡ് വെന്റിലേഷനൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതിൽ സെൻട്രൽ ഏരിയയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കുറച്ചുകൂടി വന്നു. ഇനി ഞാൻ ഇച്ചിരിയും കൂടി അതിൻ്റെ സ്പേസസ്, ഇതിൻ്റെ അകത്തുള്ള സ്പേസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ അതിനെ ഇൻവേഴ്സ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വെച്ചു. ഓക്കെ. ഇങ്ങനെ ഞാൻ എൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഫോം ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് വന്നു. ആ ബേസിക് എലിപ്സാണ് ഇങ്ങനെ ട്രാൻസ്ഫോം ആയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ദാറ്റ് ആൻ ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ ക്യാൻ ബി ഓൾട്ടേർഡ് ത്രൂ എ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് മാനിപ്പുലേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻസ് ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. അതായത് എൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, ഇവിടെ ഷോപ്പിംഗ് മാളായിരുന്നു. അപ്പോൾ ആ ഷോപ്പിംഗ് മാളിന് വേണ്ടുന്ന ആ ഒരു ഫ്രീ സ്പേസും ലൈറ്റ് ആൻഡ് വെന്റിലേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എലിപ്സിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെയൊക്കെ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം വെച്ച് അല്ലെങ്കിൽ ആ നമ്മുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മളതിനെ ഓൾട്ടറേഷൻസ് കൊണ്ടുവരികയാണ്. അതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അത് കാണിച്ചിരിക്കുന്ന വേറൊരു എക്സാമ്പിളാണിത് അല്ലേ. ഒരു ക്രോസ് ഷേപ്പാണ് നമ്മളുടെ ആദ്യത്തെ ബേസിക് ഫോം. അതിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ പല പല യൂണിറ്റ് ആക്കിയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് അതിനെ മോർഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫോം ആക്കിയത്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എത്തി. അതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ആ ഒരു ബേസിക് ഫോമിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഫോമിലേക്ക്, ലാസ്റ്റ് ഫോമിലേക്ക് എത്തിയത് എന്നുള്ളത് 1 to 4 അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. അപ്പോൾ അതും ഒരു ഓർഡറിങ് പ്രിൻസിപ്പിളാണ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബേസിക് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് എടുത്തിട്ട് അതിന് വേരിയേഷൻ കൊണ്ടുവരുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഓർഡർ വിടാതെ, അതായത് നമ്മളൊരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു ഷേപ്പ്, ബേസിക് ഷേപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ്, ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് വെച്ചാണ് നമ്മൾ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അതിനൊരു ഓർഡർ വരും. അതാണ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയായിരുന്നു ആക്സസ്, സിമെട്രി, ഹയറാർക്കി, ഡേറ്റം, റിതം ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത്രയായിരുന്നു നമ്മളുടെ ഓർഡറിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി അതർ ഡിസൈൻ വൊക്കാബുലറി, ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് ഡിസൈൻ വൊക്കാബുലറി എന്താണെന്ന് നോക്കാം. വേറൊരു ടേം എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ്. ഓക്കെ. എന്താണ് വൈറ്റ് സ്പേസ് നോക്കാം. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ഇതൊരു നെഗറ്റീവ് സ്പേസ് ആണ്. നമ്മളൊരു കോമ്പോസിഷൻ, ഈ റൈറ്റ് സൈഡിലുള്ള കോമ്പോസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഈ വൈറ്റ് സ്പേസ്, അതായത് ബ്ലാങ്ക് സ്പേസിനെ തന്നെയാണ് ഇവിടെ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്. സോ ആ ബ്ലാങ്ക് സ്പേസിനും നമ്മുടെ കോമ്പോസിഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഇത് ഫില്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ഷെയ്ഡ് ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ കോമ്പോസിഷൻ
കോമ്പോസിഷന് ഇത്ര ഡൈനാമിസം ഉണ്ടാവില്ല അല്ലേ. അതേസമയം ഇത്രയും ഒരു ബ്ലാങ്ക് സ്പേസ് വിട്ടപ്പോൾ, ആ വൈറ്റ് സ്പേസ് വിട്ടപ്പോഴാണ് നമ്മുടെ ആ കോമ്പോസിഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടൂ മച്ച് ആയിട്ട് ക്രൗഡഡ് ആയിട്ട് തോന്നുന്നതിന് പകരം നമ്മളുടെ കോമ്പോസിഷന് ഒരു സ്പേസ് കിട്ടും ബ്രീത്ത് ചെയ്യാൻ. റൂം ടു ബ്രീത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. വൈറ്റ് സ്പേസ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ആ നെഗറ്റീവ് സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കോമ്പോസിഷന് കുറച്ചും കൂടി ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, ലൈറ്റായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഓവർ ക്രൗഡഡ് അല്ലാതെ ഫീൽ ചെയ്യും. സോ ഇച്ചിരി കൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്. ഓക്കെ, നെഗറ്റീവ് സ്പേസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് അസ് ടു ഹൈലൈറ്റ് സ്പെസിഫിക് കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് കുറച്ചുകൂടി നെഗറ്റീവ് സ്പേസ് നമ്മൾ വിടുകയാണെങ്കിൽ നമ്മുടെ പോയിന്റിലേക്ക് ഹൈലൈറ്റ് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അതാണ് വൈറ്റ് സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റീവ് സ്പേസ് ആണ്, ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ്. നമുക്ക് കുറേ ബിഗിനർ ഡിസൈനേഴ്സിന് ഒരു തോട്ട് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന കോമ്പോസിഷൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വരണമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമ്മൾ കുറച്ച് വൈറ്റ് സ്പേസും കൂടി വിടുകയാണെങ്കിലാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ലൈറ്റ്നെസ് ഫീൽ ചെയ്യുക. അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കോമ്പോസിഷൻ ആവുക. ഓക്കെ, അതാണ് വൈറ്റ് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ഡിസൈൻസിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്മെട്രി, ബാലൻസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഡൈനാമിസം, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഫിഗർ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. സ്റ്റാറ്റിക് ഡിസൈൻ എന്ന് വെച്ചാൽ അതെപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രിഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്രിഡിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സ്റ്റാറ്റിക് ആയിട്ട് തോന്നുന്നത്. ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ. സോ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റാണ് ഡൈനാമിക്കിൻ്റെ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് കോമ്പോസിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അതിനൊരു സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക. സ്റ്റെബിലിറ്റി, ട്രാങ്ക്വിലിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെയാണ് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ. ഇറ്റ് യൂഷ്വലി ഗോസ് വിത്ത് എ ഗ്രിഡ്. അതേസമയം ഡൈനാമിക് കോമ്പോസിഷൻ പറയുമ്പോൾ കൂടുതൽ അത് അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും, ഹൈ എനർജി, എക്സൈറ്റിംഗ് ആയിരിക്കും. അതിൽ കൂടുതൽ ആംഗിൾസിൻ്റെ യൂസേജ് ആയിരിക്കും ഉണ്ടാവുക. അതൊരു ടിപ്പാണ്. അല്ലെങ്കിൽ ട്രയാങ്കിൾസിൽ ആംഗിൾസ് ആണല്ലോ വരുന്നത്. ആംഗുലർ ആയിട്ടുള്ള ഷേപ്സ്, അല്ലെങ്കിൽ ഒരു ആംഗിളിൽ വെക്കുന്ന ലൈൻസ്, ഇതൊക്കെ ആയിരിക്കും ഡയഗണൽ ലൈൻസ്, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനാമിസം ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും ഡൈനാമിക് കോമ്പോസിഷൻസ്. അപ്പോൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കോമ്പോസിഷൻ്റെ ആ ഒരു കമ്പാരിസൺ കിട്ടിയെന്ന് വിചാരിക്കണം. വേറൊരു കമ്പയർ ചെയ്യുന്ന ഇമേജാണ് ഇത് രണ്ടെണ്ണം അല്ലേ. ഡൈനാമിക് കോമ്പോസിഷനും സ്റ്റാറ്റിക് കോമ്പോസിഷനും എങ്ങനെ. സ്റ്റാറ്റിക് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഗ്രിഡിലാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത് അല്ലേ. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുക. അതേസമയം ഡൈനാമിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ ആ ആംഗിൾസ് വരും. അതുപോലെ ഈക്വൽ അല്ലാത്ത സ്പേസിങ് ആയിരിക്കും. കണ്ടോ, ആംഗിൾസ് വരുമ്പോൾ നമ്മൾ ഈക്വൽ സ്പേസിങ് ആയിരിക്കില്ല ഡിഫറെൻ്റ് എലമെൻറ്റ്സ് തമ്മിൽ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ആ ഒരു ഡൈനാമിസം ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഡൈനാമിക് കോമ്പോസിഷൻ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് മോർ ദാൻ സ്റ്റാറ്റിക് കോമ്പോസിഷൻസ്. ഇനി ഇത് തന്നെ ഫോട്ടോഗ്രാഫ്സിലൊന്ന് കമ്പയർ ചെയ്തതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൈനാമിസം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസാണ്. 2 ഇമേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഇത് 2 കമ്പയർ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത് നല്ല ഫോട്ടോഗ്രാഫായിട്ട് നമുക്ക് തോന്നുന്നത് ഇതായിരിക്കും അല്ലേ. കാരണം എന്താണ്, ഈ ഒരു ആ ക്ലോത്ത് വിൻഡ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ക്ലോത്തിൻ്റെ ആ ഒരു ഫോർമേഷൻ, അത് ആംഗിളാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. ഡയഗണലി വരുന്ന ആ ഒരു ലൈനാണ് ഇവിടെ. അതിന് ഈ ഒരു പില്ലേഴ്സിനൊക്കെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വന്നു. ഈ ബോഡി പോസ്ചറിനൊക്കെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് ആ ഷോളിൻ്റെ അല്ലെങ്കിൽ ആ ക്ലോത്തിൻ്റെ ആ ഒരു ഓറിയൻറ്റേഷൻ. അങ്ങനെയാണ് ഇത് കൂടുതൽ ഡൈനാമിക് ആയത്. അതേസമയം ഫസ്റ്റ് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്റ്റാറ്റിക്കും ഇത് ഡൈനാമിക്കും ആയി. അതുപോലെ വേറൊരു ഫോട്ടോഗ്രാഫ് കമ്പാരിസൺ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫോട്ടോസ് അല്ലേ. ഇതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഡിസൈൻസ് എന്താണെന്ന് മനസ്സിലാവും.
ഫസ്റ്റ് ഇമേജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഈ ഹ്യൂമൻ ഫിഗറിൻ്റെ പോസ്ചർ ശ്രദ്ധിച്ചാലും അറിയാം, സ്ട്രെയിറ്റ് ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത് അല്ലേ. സെക്കൻഡ് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ആംഗിളിൽ പേഴ്സ്പെക്റ്റീവാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആ വാൾസിൻ്റെ ലൈൻസ് എല്ലാം ആംഗിൾസിലാണ്, ഹാൻഡ് റെയിൽസിൻ്റെ ആ ഒരു ലൈനും ആംഗിളാണ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പോസ്ചർ കണ്ടോ, ഒന്ന് ലീൻ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ടാണ് പുള്ളിയുടെ പോസ്ചർ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പോസ്ചർ നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഡൈനാമിക്കായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ഫിഗർ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡൈനാമിസം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റിയ വേറൊരു ടേമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്താണ് ടെൻഷൻ? വിഷ്വൽ ടെൻഷൻ എന്ന് പറയും. വിഷ്വൽ ടെൻഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കുറച്ച് വെറൈറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ആംഗിൾസ്, ഡയഗണൽ ലൈൻസ് ഒക്കെ വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വലി ബാലൻസ് ഉണ്ടാവില്ല. ബാലൻസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതിനൊരു ഡൈനാമിക്കായിട്ട് തോന്നും, അൺപ്രഡിക്റ്റബിളായിട്ട് തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിളായിട്ട് തോന്നുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് കോമ്പോസിഷൻസ് ക്രിയേറ്റ് മോർ വിഷ്വൽ tension. And visual tension is a compositional technique that uses a variety of framing approaches to create dynamic elements in a design. അപ്പോൾ എപ്പോഴും നമ്മൾ ഡൈനാമിക് ഡിസൈൻസിലായിരിക്കും കൂടുതൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുക. മറ്റേതൊരു സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രിഡ് ഫോമാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത്. അതാണ് വിഷ്വൽ ടെൻഷൻ. ഇനി വേറെ രണ്ട് ടേംസ് എന്ന് പറയുന്നത് റീപോസ് അല്ലെങ്കിൽ റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞ രണ്ട് ടേംസാണ്. എന്താണ് റീപോസ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് റെസ്റ്റ് അല്ലെങ്കിൽ പീസ്ഫുൾനെസ്, ക്വയറ്റ്നെസ് എന്നൊക്കെ പറയാം. അതൊരു ക്യാരക്ടറാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോൾ താജ്മഹൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ക്യാരക്ടറാണ്, ബിൽഡിംഗ് ക്യാരക്ടറാണ് ഈ റീപോസ് എന്ന് പറയുന്നത്. അതായത് റീപോസ് എന്നുള്ള ആ വാക്കിൻ്റെ മീനിങ് തന്നെ ക്വയറ്റ്നെസ്, പീസ്ഫുൾനെസ് ഇതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പം ആ മെറ്റീരിയലിൻ്റെ ചോയ്സ്, വൈറ്റ് മാർബിൾ, ബ്ലൂ സ്കൈ, ഫ്രണ്ടിലുള്ള ലാൻഡ്സ്കേപ്പ്, വാട്ടർ ബോഡി, ഇതെല്ലാം കൂടി ചേർന്നൊരു പീസ്ഫുൾനെസ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഒരു ബഹളമില്ലാതെ, ഓവർ ക്രൗഡഡ് അല്ലാതെ, എല്ലാം ചേർന്ന് പോകുന്ന careful introduction of landscape and water body in this design create repose എന്നാണ് പറയുന്നത്. അതുപോലെ മെറ്റീരിയൽ ഹോണസ്റ്റി ആൻഡ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, അതായത് അനാവശ്യമായിട്ടുള്ള ഗോഡി ആയിട്ടുള്ള ഓർണമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ സിംപ്ലിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ പീസ്ഫുൾനെസ്, ആ മെറ്റീരിയലിൻ്റെ ക്യാരക്ടേഴ്സ് കൊണ്ടൊക്കെയുള്ള ഒരു പീസ്ഫുൾനെസ് കൊണ്ടുവരുന്നതാണ് ഈ ഒരു റീപോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടർ. മനസ്സിലായല്ലോ? ഇതെല്ലാം കൂടി ഒരു ട്രാങ്കുലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് റീപോസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ താജ്മഹൽ ഓർക്ക റീപോസ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ റെസ്ട്രെയിൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റെസ്ട്രിക്ഷൻ എന്ന് പറയില്ല, അതായത് ഒതുക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലിസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ ചില ഡിസൈൻസിലൊക്കെ നമ്മൾ ആർക്കിടെക്ചറിൽ എടുക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ ഓർണമെൻറ്റേഷനും ആകെ ബഹളമായിട്ട് തോന്നും അല്ലേ. കുറേ കളേഴ്സ്, കുറേ ടെക്സ്ചേഴ്സ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആകെ ഒരു ബഹളമായിട്ട്, അതായത് ഫോക്കസ് കിട്ടില്ല നമുക്ക് ആ ബിൽഡിങ്ങിന്, കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ള കൊണ്ടുവരുന്നതാണ് ഈ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതായത് മിനിമലിസ്റ്റിക് ഡിസൈൻ. ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ഡിസൈൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അല്ലേ മിനിമലിസ്റ്റിക് ഡിസൈൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ട് നമ്മളുടെ ബിൽഡിങ്സ് ഒക്കെ ചെയ്യുക എന്നുള്ള, അൺനെസസറി ആയിട്ടുള്ള ഓർണമെൻറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളത്. സോ ആ ഒരു കോൺസെപ്റ്റാണ് റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് ഈ ഗാന്ധി ഭവൻ, സിറ്റി ഓഫ് ചണ്ഡീഗറിലുള്ള ഗാന്ധി ഭവൻ ഇതിൻ്റെ എക്സാമ്പിളാണ്. അതായത് സിമ്പിളായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ്, ആ മെറ്റീരിയൽ എക്സ്പോസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ലാറ്ററൈറ്റും ബ്രിക്കും കോൺക്രീറ്റൊക്കെ എക്സ്പോസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാതെ അല്ലേ, കളേഴ്സൊന്നും അടിക്കാതെ തന്നെ എക്സ്പോസ് ചെയ്തിട്ട് കോൺക്രീറ്റും ബ്രിക്കും ഒക്കെ കാണിക്കാറുണ്ട്. സോ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള, അതായത് യൂസ്ഫുൾ അല്ല എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണം. ബിൽഡിങ്ങിന് ആവശ്യമില്ല അത്രയും
ഓർണമെൻറ്റേഷൻ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിനിമലിസ്റ്റിക് ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ്. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ടൊയോട്ട മുനിസിപ്പൽ മ്യൂസിയം അല്ലേ. പക്ക അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ വേറൊരു ഓർണമെൻറ്റേഷനും ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ വൈറ്റ് ഫ്രോസ്റ്റഡ് ഗ്ലാസ്, ഷിമ്മറി റിഫ്ലക്ഷൻ ഓഫ് ദ പൂൾ, ബോൾഡ് ഹൊറിസോണ്ടൽ മാസ്, ഇതൊക്കെ കോൺട്രാസ്റ്റിംഗ് ബ്ലാക്ക് ഗ്രാനൈറ്റ്, ഇതൊക്കെയാണ് ആ ഒരു റെസ്ട്രെയിൻ കൊണ്ടുവന്നത്. അതേസമയം ഇത് റീപോസിനും എക്സാമ്പിളാണ് കേട്ടോ. റെസ്ട്രെയിൻ ആൻഡ് റീപോസ്, ആ ഒരു ക്വയറ്റ്നെസ്, ട്രയാങ്കിളിറ്റി, കാംനെസ്, ഇതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റെസ്ട്രെയിൻ ആൻഡ് റീപോസ് ഇത് രണ്ടിനും എക്സാമ്പിളാണ് ഈ ടൊയോട്ട മുനിസിപ്പൽ മ്യൂസിയം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ പഠിക്കാനുള്ള വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ചിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, ഓർഡറിങ് പ്രിൻസിപ്പിൾസ് ഇൻ ആർക്കിടെക്ചർ, പിന്നെ അതർ ഫ്യൂ വൊക്കാബുലറി ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ആർക്കിടെക്ചർ, ഡിസൈൻ ആൻഡ് കോമ്പോസിഷൻ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി ഇത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. Thank you so much.